إن تتوبا إلى الله فقد صغت قلوبكما وإن تظاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, എന്തിനാണ് അല്ലാഹു തആല അങ്ങേക്ക് ഹലാലാക്കി തന്ന സംഗതി ഭാര്യമാരുടെ സംതൃപ്തി തേടിക്കൊണ്ട് അങ്ങ് ഹറാമാക്കുന്നത്? അല്ലാഹു തആല കരുണ ചെയ്യുന്നവനും പൊറുക്കുന്നവനുമാണ്. നിങ്ങളുടെ സത്യങ്ങളിൽ നിന്നുള്ള മോചന മാർഗം അല്ലാഹു തആല നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവാണ് നിങ്ങളുടെ സഹായി. അല്ലാഹു തആല പ്രതാപശാലിയും തത്വബോധമുള്ളവനുമാണ്. സ്വന്തം മകളായ ഹഫ്സയും ആയിഷയും അവർ രണ്ടുപേരും തന്നെയാണ് ആയത്തിൽ പരാമർശിക്കപ്പെട്ട രണ്ടാളുകൾ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാം നിർത്തുന്നത് സുമ്മ അഖദ യസൂഖുൽ ഹദീദ്. പിന്നെ അദ്ദേഹം ആ സംഭവം വിവരിക്കാൻ തുടങ്ങി എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ സംഭവം വിശദമായി വിവരിച്ചു. അതിലൂടെ നമ്മളൊരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ്. സംഭവം ദീർഘമായി, കാരണം ഈ സംഭവത്തിൻ്റെ ചുരുളഴിയുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആ സംഭവം മനസ്സിലാക്കണം. മാത്രവുമല്ല, സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല ദുനിയാവിനെ തിരഞ്ഞെടുക്കണതോ അതല്ല ആഖിറത്തെ തിരഞ്ഞെടുക്കണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് ചോദിക്കുന്ന ആയത്തുണ്ട്. അതും ഇതുമൊക്കെ ഏകദേശം ബന്ധപ്പെട്ടതുമാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വിവിധ രീതികളിൽ പലയിടത്ത് നിന്നായി, ഹദീസുകളിൽ നിന്ന് പല ഭാഗത്ത് നിന്നായി മുഫസ്സിരീങ്ങൾ ക്രോഡീകരിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സംഭവം വിവരിക്കുകയാണ്. കാല കുന്ന മഅ്ശറ ഖുറൈശിൻ ഖൗമൻ നഗ്ലിബുൻ നിസാ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഖുറൈശികൾ പെണ്ണുങ്ങളോട് എപ്പോഴും ജയിച്ചു നിൽക്കുന്നൊരു വിഭാഗമായിരുന്നു. മക്കത്ത് ഖുറൈശികളായി ഞങ്ങളിങ്ങനെ ജീവിക്കണ കാലത്ത് പെണ്ണുങ്ങളൊക്കെ ഞങ്ങളെ കീഴിൽ തന്നെയായിരുന്നു. ഞങ്ങൾ പെണ്ണുങ്ങളോട് ജയിച്ചു നിൽക്കുമായിരുന്നു. പക്ഷെ ഫലമ്മ ഖദിംനൽ മദീനത വജദ്ന ഖൗമൻ തഗ്ലിബുഹും നിസാഉഹും. മദീനക്ക് ഹിജ്റ വന്ന് നോക്കുമ്പോൾ സ്ഥിതി അങ്ങനെയല്ല. അവിടെ ഞങ്ങൾ കണ്ടത് പെണ്ണുങ്ങൾക്കാണ് മികവ്. മദീനത്ത് പെണ്ണുങ്ങൾക്കാണ് മികവ്. വജദ്ന ഖൗമൻ, ഒരു വിഭാഗത്തെ ഞങ്ങൾ മദീനയിൽ എത്തിച്ചു. തഗ്ലിബുഹും നിസാഉഹും, അവരുടെ പെണ്ണുങ്ങൾ അവരെ ജയിക്കുന്നു. പെണ്ണുങ്ങൾക്കാണ് അവിടെ എപ്പോഴും ഒരു മികവുണ്ടാവുക. അങ്ങനെ ഫതഫിഖ നിസാഉന യതഅല്ലംന മിൻ നിസാഇഹി, ഞങ്ങളുടെ പെണ്ണുങ്ങൾ മദീനത്തെ പെണ്ണുങ്ങളിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. എങ്ങനെയാണല്ലോ ഒരു പുതിയ സംസ്കാരത്തിലേക്ക്, ഒരു പുതിയ സ്വഭാവത്തിലേക്ക് വന്ന പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് അവർക്ക് അനുകൂലമാണിത്. അവർക്ക് മികവും അവർക്കൊരു വിജയമൊക്കെ ഉള്ള സ്ഥലത്തെത്തിയപ്പോൾ അവരിങ്ങനെ ഇവരിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയണ, വക്കാന മൻസിലി ഫിദാരി ബനി ഉമയ്യത്ത് ബിൻ സൈദ് ബിൻ അവാലി. അന്നെൻ്റെ വീട് മദീനയിലെ ഉയർന്ന പ്രദേശങ്ങൾ അവാലി എന്ന സ്ഥലമുണ്ട്. അവിടെ ബനു ഉമയ്യൻ്റെ ഗോത്രങ്ങളുടെ കൂട്ടത്തിലായിരുന്നു എൻ്റെ വീടുണ്ടായിരുന്നത്. ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് ദേഷ്യം പിടിച്ചു. എന്തോ ഒരു വിഷയത്തിന് കുറച്ചൊന്ന് ശകാരിച്ചു, ദേഷ്യം പിടിച്ചു. ഫൈദാഹിയ തുറാജിയനി, അപ്പോൾ മറുപടി അറിയാൻ തുടങ്ങി. ഫങ്കർത്തുവൻ തുറാജിയനി, അതെനിക്കത്ര രസിച്ചില്ല. ഞാൻ ദേഷ്യം പിടിച്ചാലും പെണ്ണുങ്ങൾ മക്കയിലെ ഒരു സ്വഭാവം വെച്ചിട്ട് അവരത് കേട്ടിരിക്കല, ഒരു മറുപടി ഒന്നും പറയില്ല. ഇപ്പം എന്നോട് ഇങ്ങോട്ടും മറുപടി അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്കത് കുറച്ച് ഇഷ്ടപ്പെടാതെ വന്നു എന്ന് കണ്ടപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, ഫക്കാലത്ത് മാ തുങ്കിറുവൻ ഉറാജിയേക്കാം, ഞാൻ ഇപ്പം നിങ്ങളോട് മറുപടി പറഞ്ഞതിന് അങ്ങക്ക് വലിയ വിഷമം? ഞാൻ നിങ്ങളോട് മറുപടി പറയുന്നു എന്നതാണോ നിങ്ങൾക്ക് വലിയ പ്രയാസമായി തോന്നുന്നത്? ഫവല്ലാഹി ഇന്ന അസ്വാജൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയുറാജിഅനഹു. അള്ളയാണ് സത്യം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരൊക്കെ നബി തങ്ങളോട് മറുപടി അറിയണ്ട്. അതിലപ്പുറമൊന്നുമില്ലല്ലോ. ഞാനിപ്പോൾ നിങ്ങളോട് കുറച്ച് മറുപടി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത് രസിക്കുന്നില്ലല്ലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ ഇപ്പം നബി തങ്ങളോട് വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു. വതഹ്ജുറുഹു ഇഹ്ദാഹുന്നൽ യൗമ ഇലല്ലൈൽ. ചിലരൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നബി തങ്ങളോട് മിണ്ടാതിരിക്കുന്നുണ്ട്. അവിടെയുണ്ട് കുറേ പ്രശ്നമൊക്കെ നടക്കുന്നത്. ഇവിടെ അങ്ങോട്ടൊരു വർത്താനം പറയുമ്പോൾ ഇങ്ങോട്ട് മുഖം ചുളിയുന്നു, പെണ്ണുങ്ങൾ മിണ്ടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലൊക്കെ പെണ്ണുങ്ങളൊക്കെ വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചിലരൊക്കെ നബി തങ്ങളോട് അങ്ങോട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു.
ഖാല ഉമർ റളിയല്ലാഹു പറയാണ് ഫന്തലഖ്തു ഫദഖൽതു അലാ ഹഫ്സ. അത് കേട്ടപ്പോൾ എനിക്കാകെ വിഷമായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഇപ്പം എൻ്റെ മോളുണ്ടല്ലോ, നബി തങ്ങളോട് അങ്ങോട്ട് പറയും. അപ്പം ഞാൻ വേഗം ഹഫ്സൻ്റെ അടുത്ത് പോയി, എൻ്റെ മകൾ ഹഫ്സൻ്റെ അടുത്തേക്ക് ചെന്നു. ഫഖുൽതു കൊണ്ട് ഞാൻ ചോദിച്ചു, അതുറാജിഈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങോട്ട് മറുപടി പറയാറുണ്ടോ ചോദിച്ചു. അതായത് ഇങ്ങോട്ട് എന്തെങ്കിലും ദേഷ്യപ്പെടുകയോ കയർക്കുകയോ ചെയ്യുമ്പോൾ അതിന് മറുപടി പറയാം, അല്ല ചോദിക്കണതിന് മറുപടി പറയാതിരിക്കാന്നല്ല. ഒരു വിഷയത്തെ അങ്ങോട്ട് കയറി ഒരു വർത്താനം ഉണ്ടാക്കാറുണ്ടോ എന്ന് ചോദിച്ചു. കാലത്തിന് സബിയോർ ഞങ്ങളങ്ങോട്ട് വർത്താനൊക്കെ പറയണ്ടേ പറഞ്ഞു. ചിലരൊക്കെ മുണ്ടാതിരിക്കല്ലോ ചോദിച്ചു. വെടിയാറുണ്ടോ, മാറി നിൽക്കാറുണ്ടോ? കാലത്തിന് അതൊക്കെ ഉണ്ട്. ഒരു വീട്ടിലെ ഗാർഹികാന്തരീക്ഷത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വർത്താനും ശകാരും ചിലപ്പം മിണ്ടാതിരിക്കലും ഒക്കെ അതൊക്കെ വെടിയുണ്ട്. ഇവിടെ ആയിട്ട് ഇപ്പം എന്താതൊന്നും ഇല്ലാതിരിക്കാൻ കൊലുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഉമറുല്ലാഹ് പറയാണ് ഖദ് ഖാബ മൻ ഫഅല ദാലിക മിൻകുന്ന വഖസിറ, അങ്ങനെ ചെയ്തവരൊക്കെ പരാജയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങോട്ട് മറുപടി പറയാനും മിണ്ടാതിരിക്കാനും ഒക്കെ പോകുന്ന ആളുകളൊക്കെ പരാജയപ്പെട്ടു. അഫതഅ്മനു ഇഹ്ദാകുന്ന അൻ യഗ്ളിബല്ലാഹു അലൈഹാ ലിഗളബി റസൂലിഹി, എന്താങ്ങളൊക്കെ വിചാരിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഷ്യത്തിന് അള്ളാഹ് തിരിച്ച് ദേഷ്യം പിടിക്കൂല എന്ന് ആർക്കാ നിർഭയത്തുള്ളത്? നിങ്ങൾ വിചാരിക്കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം പിടിച്ചാൽ അത് പിന്നെ അള്ളാഹ്ക്ക് ദേഷ്യമാവും? അതുകൊണ്ട് തന്നെ ഫഇദാ ഹിയ ഖദ് ഹലകത്, അള്ളാഹ് ഒരാളോട് ദേഷ്യം പിടിച്ചാൽ അവർ നശിച്ചു പോകും. അതുകൊണ്ട് എന്താങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചു. എന്നിട്ട് മകളോട് പറഞ്ഞു, ലാ തുറാജി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നീ ഒരിക്കലും കയർക്കാൻ പോകരുത്. വലാ തസ്അലിഹി ഷൈഅൻ, ഒന്നും ചോദിക്കാനും പോകരുത്. ചോദിക്കാൻ പോകരുത് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തരാൻ കഴിയാത്ത ഒന്നും ആവശ്യപ്പെടരുത്. ഇതൊക്കെ ദുനിയാവിലെ ചില സൗകര്യങ്ങൾ പോരായിക വന്നപ്പോൾ അതേപ്പറ്റി ഉണ്ടായ സംസാരം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്നും ചോദിക്കേണ്ട. വസലീനി മിമ്മാലി മാ ബദാലക്, നിനക്ക് എന്താ വേണ്ട എൻ്റെ മുതലെന്ന് ചോദിച്ചോ, ഞാൻ തരാം. എന്തെങ്കിലും പോരായിക ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ആ പോരായിക ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കരുത്. വലാ യഗുറന്നകി അൻ കാനത് ജാറതുക ഹിയ ഔസമു വഅഹബ്ബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻകി. വലാ യഗുറന്നകി, ഹഫ്സയെ നിന്നെ ചതിയിൽപ്പെടുത്തരുത്. ഉമറുല്ലാഹിന്റെ മകളോട് പറയാണ്, ഹഫ്സയെ നിന്നെ ചതിയിൽപ്പെടുത്തരുത്. എന്ത്? അൻ കാനത് ജാറതുക ഹിയ ഔസമു വഅഹബ്ബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻ്റെ അയൽക്കാരുണ്ടല്ലോ, യുരീദു ആയിഷ, ആയിഷ ബീവിയെ പറ്റിയാണ് പറഞ്ഞത്. എൻ്റെ അയലോക്കത്ത് താമസിച്ചിരുന്നത് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ താമസിച്ചതിൻ്റെ തൊട്ട് ആയിഷ ബീവിയാണ് അടുത്ത വീട്ടിലുണ്ടായിരുന്നത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഖബറുള്ള റൗദ ഷരീഫിലെ ഖബറുള്ള ആ സ്ഥലത്താണ് ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്നത്. നമ്മൾ സിയാറത്തിന് വേണ്ടി നിൽക്കുന്ന സ്ഥലത്താണ്, ഇപ്പം സിയാറത്തിന് വേണ്ടി നിൽക്കുന്ന സ്ഥലത്താണ് ഹഫ്സ ബീവിയുടെ വീടുണ്ടായിരുന്നത്. പള്ളിയുടെ ചുറ്റുമാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ വീട്. ഒക്കെ ഇങ്ങനെ പള്ളിയുടെ അറയിൽ നിന്ന് ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയതാണ്. അപ്പൊ ഇപ്പോൾ റൗള ഷരീഫുള്ള അഥവാ ഖബർ ഷരീഫുള്ള സ്ഥലത്ത് ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്ന സ്ഥലമാണ്. സിയാറത്തിന് നിൽക്കുന്ന സ്ഥലം പിന്നെ അതിന്റെ തൊട്ടാണല്ലോ, അതിന് നേരെ മുമ്പിലല്ലേ നമ്മൾ സിയാറത്തിന് നിൽക്കുക. ആ സ്ഥലത്തായിരുന്നു ഹഫ്സ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വീട്. അപ്പോൾ തൊട്ട് അയൽക്കാരിയാണ്, ബന്ധപ്പെട്ടവരുമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ അയൽക്കാരിയായ ആയിഷ ബീവി ഹിയ ഔസമു വഅഹബ്ബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ ഇഷ്ടമുള്ളവളാണ്, നിന്നേക്കാൾ കൂടുതൽ ഭംഗിയുള്ളവളുമാണ്. അതുകൊണ്ട് നീ ഒരിക്കലും വഞ്ചിതയാവരുത് എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി പല കുത്തിത്തിരിപ്പുണ്ടാക്കും. അതിന് ആയിഷ ബീവിക്ക് നബി തങ്ങളുടെ അടുത്തേക്ക് അത്രയും വലിയ സ്വാതന്ത്ര്യമുണ്ട്. ആയിഷ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റ് ഏത് ഭാര്യമാരെക്കാണെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിച്ചത് ആയിഷ ബീവിയെ തന്നെയാണ്, ഖദീജ ബീവിക്ക് ശേഷം. അതുകൊണ്ട് ആയിഷ ബീവി ചെറുപ്പക്കാരിയാണ്, ഒരു കുട്ടിയാണ്. 9 വയസ്സ് പ്രായമുള്ള സമയത്ത് കല്യാണം കഴിച്ചതാണ്, കുട്ടി പ്രായമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ കളിയും ചിരിയും തമാശയും ഏർപ്പാടും കുട്ടിക്കളിയും ഒക്കെ ഉണ്ടാവും. ഇത് വിചാരിച്ചിട്ട് ഈ പൊന്താൻ പോകണ്ട മോളോട് പറയാണ്. ആയിഷ ബീവി എന്തെങ്കിലുമൊക്കെ വിക്രസ് ഉണ്ടാക്കുന്നതിലൊക്കെ ചെന്ന് പെട്ടിട്ട് ഇജ്ജാബദ്ധത്തിൽ പെടണ്ട. കാല വക്കാനലി ജാറു മിനൽ അൻസാർ. എന്നിട്ട് വീണ്ടും ഉമറുല്ലാഹ് പറയാണ്, എനിക്ക് അൻസാരികളിൽപ്പെട്ട ഒരു അയൽക്കാരനുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഊഴമായിട്ട് പോവാറ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ പോയാൽ അടുത്ത ദിവസം മറ്റേ ആൾ പോകും. ഞങ്ങളുടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഇടപെടുമ്പോൾ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോകാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്തതെന്ന് മറ്റേ ആളെ പറഞ്ഞേക്കും, അവിടെ എന്താ വിശേഷങ്ങൾ എന്നറിയാം. അങ്ങനെ വഹയോ മറ്റോ പുതിയതൊക്കെ വന്നാൽ അദ്ദേഹം എനിക്ക് വന്ന് പറഞ്ഞു തരും, ഞാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ചെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഗസ്സാൻ രാജാവിനെ പറ്റി പറയാറുണ്ട്. കാരണം ഗസ്സാൻ രാജാവ് മദീനയെ ആക്രമിക്കാൻ പടയൊരുക്കം നടത്തുന്നുണ്ട് എന്ന വർത്തമാനം ഞങ്ങൾക്കിടയിലൊക്കെ ഉണ്ട്.
ആ വർത്തമാനം നിലനിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം എൻ്റെ കൂട്ടുകാരനായ ആള്, അന്ന് മൂപ്പരാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയത്. മൂപ്പര് വന്നിട്ട് രാത്രി വന്നിട്ട് ഫളറബ ബാബി സുമ്മനാദാനെ, എൻ്റെ വീട്ടിൻ്റെ വാതിലിൽ മുട്ടി വിളിച്ചു. എന്നിട്ട് ഞാനപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹദസ അംറുൻ അദീമുൻ, ഒരു മഹാസംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, വമാദാക്ക, എന്താ വലിയ സംഭവം ഉണ്ടായത്? അജാഅത്ത് ഗസ്സാനു, ഗസ്സാൻ രാജാവ് വന്നോന്ന് ചോദിച്ചു. മദീനയെ ആക്രമിക്കാൻ ഗസ്സാൻ രാജാവ് വരുമെന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ഈ കൂട്ടുകാരൻ വന്ന് പറയുന്നത്, ഇന്നൊരു മഹാസംഭവം ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും വിചാരിക്കാൻ എന്താ, ഗസ്സാൻ രാജാവ് വന്നിട്ടുണ്ടാവും. കാല, അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ബൽ അഅ്ളമു മിൻ ദാലിക വഅത്വൽ, അതിനേക്കാണൊക്കെ വലുതാണ്ടായത് പറഞ്ഞു. ഗസ്സാൻ രാജാവ് വന്നൊന്നുമല്ല സംഭവം, അതിനേക്കാണൊക്കെ വലിയ സംഭവം ഉണ്ടായത് പറഞ്ഞു. ത്വല്ലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസാഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ മുഴുവൻ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒരു രാജ്യത്തെ ആക്രമിക്കാൻ ശത്രു രാജ്യത്തിന്റെ രാജാവ് വരുന്നതിനേക്കാൾ വലിയ അപകടമായിട്ടാണ് ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലി എന്ന വാർത്തയെ കാണുന്നത്. അവരുടെയൊക്കെ മനസ്സിലെ ഏറ്റവും വലിയ വാർത്ത അതാണ്. നുബുവ്വത്തിന്റെ കുടുംബത്തിന്, നബിയുടെ കുടുംബത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അവിടെ ശാന്തതയുണ്ടാവണം. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇസ്ലാമിക രാജ്യവും സംസ്കാരവും സാമ്രാജ്യവും ഒക്കെ തകരുക. രാജാവ് ആക്രമിക്കാൻ വന്നാൽ അങ്ങനത്തെ ഒരുപാട് രാജാക്കന്മാർ അവർ കണ്ടിട്ടുണ്ട്. ബദറും ഉഹദും ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് അതൊന്നും അവർക്ക് പുതുമുള്ള കാര്യമല്ല. ഒരു രാജാവ് ആക്രമിക്കാൻ വരുന്നതൊന്നുമല്ല അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലി എന്ന് പറയുന്നതാണ് അവർ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് കാണുന്നത്. ഫഖുൽതു, ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഉമർലാൻ പറഞ്ഞു, ഖദ് ഖാബത് ഹഫ്സത്തു വഖസിറത്. ഉമർലാൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ എന്താ, സ്വന്തം മകളും അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു, ഹഫ്സന്റെ കാര്യം കഴിഞ്ഞിട്ടെന്നാല്, ഹഫ്സ പരാജയപ്പെട്ടു, ഹഫ്സ നഷ്ടപ്പെട്ടു. ഖദ് കുന്തു അദുന്നു ഹാദാ കായിന, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു നേരത്തെ തന്നെ. കാരണം നേരത്തെയുള്ള സംഭാഷണം ഉമർലാന്റെ മനസ്സിലുണ്ട്. ഞങ്ങളൊക്കെ നബി തങ്ങളോട് വർത്താനൊക്കെ പറയാൻ തുടങ്ങിയെന്ന് ഹഫ്സ ബീവി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചാണ് ഇത് ചെന്നെത്തൽ അവസാനം ത്വലാഖായിരിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ നേരത്തെ കരുതിയിരുന്നു. അങ്ങനെ ഏതായാലും ഹത്താ ഇദാ സ്വല്ലൈതു സുബ്ഹ, ഞാൻ സുബഹിസ്കരിച്ചിട്ട് വേഗം തന്നെ എൻ്റെ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് ഉടനെ ഇറങ്ങി. മദീനയുടെ അവാലി എന്ന ഉയർന്ന പ്രദേശങ്ങളാണ്, അവിടുന്ന് ഞാൻ വേഗം ഇറങ്ങി വന്നു. എന്നിട്ട് ഹഫ്സ ബീവിൻ്റെ അടുക്കലേക്ക് പോയി, മോളടുത്തേക്ക് ആദ്യം തന്നെ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഹഫ്സ ബീവി ഇരുന്ന് കരയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ആ തല്ലഖകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെല്ലാവരും ത്വലാഖല്ലേ എന്ന് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ മോളെ ഹഫ്സ ബീവി പറഞ്ഞു, ലാ അദ്രി, എനിക്ക് അറിഞ്ഞൂടാറുണ്ട്. ഹുവ ഹാദാ മുഅ്തസലും ഫീ ഹാദിഹിൽ മിശ്റബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വീട്ടിന്റെ മച്ചിപ്പുറത്ത് ഒഴിഞ്ഞിരിക്കുകയാണ്, ആരോടും ഒന്നും സംസാരിക്കാതെ. എന്താ ഇപ്പൊ സംഭവിച്ച ആർക്കും അറിയില്ല. ഭാര്യമാരോടൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടണില്ല. ത്വലാഖല്ലേണോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാറുണ്ട്. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടെ കാവലിൽ നിന്നിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു അടിമ ഉണ്ടായിരുന്നു, കറുത്ത ഒരടിമ. ഞാൻ അവിടെ വന്നിട്ട് പറഞ്ഞു, ഇസ്തദിൽ ഉമറ, ഉമർ സമ്മതം ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് പറയാം. ആ പരിചാരകൻ ചെന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞു. അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ഒന്നും പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് ചെന്നു, മിമ്പറിന്റെ അടുക്കൽ ചെന്നു. അവിടെ കുറെ ആൾക്കാർ ഇരിക്കുകയാണ്, ചിലരൊക്കെ കരയാണ്. ആകെ ഒരു വിഷാദാത്മകമായ അന്തരീക്ഷം മദീന പള്ളിയിൽ. ആരും ആരോടും ഒന്നും സംസാരിക്കില്ല, പലരും കരയുന്നു, പലരും തലതാഴ്ത്തിയിരിക്കുന്നു. ഞാനും കുറച്ചു നേരം അവിടെ ഇരുന്നു. പിന്നെ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു തീരുമാനം, എന്താ വിഷയം എന്നറിയാതെ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും ഒന്നും പറയണില്ല. വീട്ടിൻ്റെ മുകളിൽ കെട്ടിയുണ്ടാക്കിയത് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്, അവിടെ കയറി അങ്ങനെ ഇരിക്കുകയാണ്, ആരോടും ഒന്നും മിണ്ടാതെ. വീണ്ടും ഞാൻ ഈ പരിചാരകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉമർ സമ്മതം ചോദിക്കുന്നു എന്ന് പറയാം. അപ്പോഴും പരിചാരകൻ പോയി വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ വീണ്ടും ഞാൻ പള്ളിയിൽ പോയി കുറച്ചു നേരം ഇരുന്ന് നോക്കി, അതുകൊണ്ടൊന്നും ആശ്വാസം വരാതെ മൂന്നാം തവണയും ഞാൻ ചെന്നിട്ട് പരിചാരകങ്ങളോട് ഇതേമാതിരി പറഞ്ഞു. അപ്പോഴും അത് തന്നെ ആവർത്തിച്ചപ്പോൾ പിന്നെ ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ പരിചാരകൻ ഗുലാം എന്നെ വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സമ്മതം തന്നിട്ടുണ്ട്. ഫദഖൽതു ഫസല്ലംതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അപ്പം ഞാൻ കടന്നു ചെന്നു നബിസ്വലാങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഫഇദാഹു മുത്തക്കിഉൻ അലാ റുമാലി ഹസീർ. അപ്പോൾ ഒരു പായ, നെയ്തുണ്ടാക്കിയ ഒരു പായയിൽ നബിസ്വലാങ്ങൾ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ഈത്തപ്പന ഓല കൊണ്ട് അവർ നെയ്തുണ്ടാക്കുന്ന, മെടഞ്ഞുണ്ടാക്കുന്ന ഒരു പായ, ആ പായയിൽ ഇങ്ങനെ ചാരിയിരിക്കുക നബിസ്വലാങ്ങൾ. അപ്പം ഞാൻ ചോദിച്ചു, ആ തല്ലഖ്ത യാ റസൂലല്ലാഹ് നിസാഅക, നബിയെ തങ്ങൾ ഭാര്യമാരെ തൊലാക്കില്ലയോ എന്ന് ചോദിച്ചു. അപ്പം നബിസ്വലാങ്ങൾ തല ഉയർത്തിയിട്ട് പറഞ്ഞില്ല, തൊലാക്കില്ലിട്ടില്ല. ഫഖുൽതു അല്ലാഹു അക്ബർ. അപ്പം ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. വലൗ റഅയ്തനാ യാ റസൂലല്ലാഹി വകുന്നാ മഅശറ ഖുറൈശിൻ ഖൗമൻ നഗ്ലിബുൻ നിസാ. എന്നിട്ട് ഞാൻ തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാൻ തുടങ്ങി, നബിയെ ഞങ്ങളൊക്കെ ഖുറൈശികൾ, നമ്മളൊക്കെ പണ്ട് മക്കത്തായിരുന്ന കാലത്ത് ഖുറൈശികൾ, നമ്മളൊക്കെ പെണ്ണുങ്ങളെ ജയിക്കുന്നവരായിരുന്നു. ഇവിടെ മദീനത്തേക്ക് വന്നു നോക്കുമ്പോൾ പെണ്ണുങ്ങൾ ആണുങ്ങളെ ജയിക്കുക. ഇപ്പം നമ്മളെ പെണ്ണുങ്ങളൊക്കെ പാടെ അവരിൽ നിന്ന് പഠിച്ചിട്ട് ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് എന്തോന്ന് കയർത്ത് സംസാരിച്ചപ്പോൾ ഓട് ഇങ്ങോട്ടും കയർക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഇജ്ജൊക്കെ എന്നോട് വർത്താനം പറയാനായോ മോളെ എന്ന് ചോദിച്ചപ്പോൾ ഓട് പറയാണ്, ഞാൻ വർത്താനം പറഞ്ഞതാണോ പ്രശ്നം, നബിസ്വലാങ്ങളുടെ ഭാര്യമാരൊക്കെ നബി തങ്ങളോട് വർത്താനം പറയാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ എൻ്റെ മകളായ ഹഫ്സ ഇത് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നബിസ്വലാങ്ങൾ തബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബിസ്വലാങ്ങൾ ചിരിച്ചു. ഇതുവരെ വളരെ വിഷാദത്തിലിരുന്ന നബിസ്വലാങ്ങൾ ചിരിച്ചു. അതിനുശേഷം ഫഖുൽതു യാ റസൂലല്ലാഹ്, പുഞ്ചിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ, ഫദഖൽതു അലാ ഹഫ്സ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ സംഭവം കേട്ടപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ നബി തങ്ങളോട് കയർക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ഹഫ്സയുടെ അടുക്കൽ പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ ഹഫ്സ, എൻ്റെ കൂട്ടുകാരിയായ ആയിഷ കുറച്ചൊക്കെ നന്നായി ഭംഗിയുള്ളവളും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കൂടുതൽ സ്നേഹമുള്ളവളുമാണ്. അത് കണ്ട് ഈ വെറുതെ പെടാൻ പോകണ്ട, ഈ അത് കണ്ട് വഞ്ചിതയാവണ്ട എന്ന് ഞാൻ എൻ്റെ മോളോട് ചെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും നബിസ്വലാങ്ങൾ പുഞ്ചിരിച്ചു. ഫഖുൽതു, എൻ്റെ വർത്താന കേശുണ്ട്, നബി തങ്ങൾക്ക് മനസ്സിലേക്ക് ഇത് ആശ്വാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അസ്തനിസു യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ ഞാനിങ്ങനെയൊക്കെ പറയട്ടെ, ഞാൻ തങ്ങളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറയട്ടെ? കാലനാ ഈ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ നോക്കി ആ വീട്ടിൽ എന്തൊക്കെയുള്ളത്. فوالله ما رأيت في البيت شيئا يرد البصر إلا أهبة ثلاثة. അള്ളാഹുവാണ് സത്യം, ആ വീട്ടിൽ 3 തോൽപാത്രങ്ങളല്ലാതെ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല, അതന്നെ പ്രശ്നം. ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ടപ്പോഴാണ് കഷ്ടപ്പാടുകളൊക്കെ പങ്കുവച്ചിരുന്ന ഭാര്യമാര്. ഇത് ബനു നദീർ യുദ്ധത്തിന് ശേഷമാണ് സംഭവം. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും, സൂറത്തുൽ അഹ്സാബിൽ ബനു നദീറിനെ പറ്റി പറഞ്ഞതിന് ശേഷമാണ് ആ സംഭവം പറഞ്ഞിട്ടാണ് ഭാര്യമാർക്ക് ഖിയാർ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണോ ദുനിയാവിൻ്റെ സൗഖ്യങ്ങളും സുഖങ്ങളും നിങ്ങൾക്ക് ഞാൻ നൽകാൻ, നിങ്ങളെ ഞാൻ മുഴുവനും മത്താഴ് നൽകി ജീവനാംശം നൽകി പിരിച്ചുവിടാം. അതല്ല, അള്ളാഹുവിനെ റസൂലിനെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് തുടരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഖിയാർ നൽകുന്നതൊക്കെ ഈ ബനു നദീറിൻ്റെ, നമ്മൾ നേരത്തെ പഠിച്ച സൂറത്തുൽ ഹശറിൽ ബനു നദീറിൻ്റെ ജലാഇനെ പറ്റി അന്ന് കണ്ടമാനം മുതൽ മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. യഹൂദികൾ അവരുടെ വീടും അവരുടെ സമ്പത്തും മുഴുവൻ ഒഴിവാക്കി തടിയായിട്ട് രക്ഷപ്പെട്ടതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഞ്ചിച്ച കഅബ് ബിൻ അഷ്റഫിനെയും നേതാക്കളെയൊക്കെ കൊലപ്പെടുത്തിയപ്പോൾ പേടിച്ച ബനു നദീറിന് പിന്നെ അവരുടെ വഞ്ചനയുടെ അവസാന ഫലമായി നാടും വീടും വിട്ടുപോവുകയല്ലാതെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു, വഔറസകും അർളഹും വദിയാറഹും വഅർളൻ ലൻ തതഊഹ. നിങ്ങൾക്ക് അവരുടെ വീടും അവരുടെ ഭവനങ്ങളും അവരുടെ നിങ്ങൾ യാതൊരു ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈരിൻ വലാ റികാബ്, നിങ്ങൾ കുതിരയെ പായിച്ചിട്ടില്ലാതെ, നിങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ലാതെ തന്നെ നിങ്ങൾക്ക് അല്ലാഹു തആല അവരുടെ മുഴുവൻ മുതലും തന്നു എന്ന് മാത്രമല്ല, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പങ്ക് അല്ലാഹു തആല നൽകിയത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന അവിടുത്തെ ഭാര്യമാർ പറഞ്ഞു, ഇത്രയും കാലം ഞങ്ങൾ കഷ്ടപ്പെട്ടു, ഇല്ലാത്തപ്പോൾ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. ഇപ്പൊ പണവും സൗകര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, മുഹാജിറുകൾക്കും അൻസാരികൾക്കൊക്കെ ധാരാളം പണം കിട്ടിയിട്ടുണ്ട്. എന്താ ഇവിടേക്ക് മാത്രം ഒന്നുമില്ലാത്തത്? ഞങ്ങൾ ഇനിയും കഷ്ടപ്പെടണമെന്നാണോ? അതായിരുന്നു പ്രശ്നത്തിന്റെ തുടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് ഗനീമത്ത് കിട്ടിയപ്പോഴും ഫൈ മുതൽ കിട്ടിയപ്പോഴും ഇഷ്ടം പോലെ പണം വന്നപ്പോഴും അത് സ്വന്തം ജീവിതത്തിലോ സ്വന്തം ഭാര്യമാരിലോ മക്കളിലോ വീതിച്ചു കൊടുക്കുകയായിരുന്നില്ല ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അടിമകൾ കിട്ടിയ ഒരു സമയത്ത് തന്നെയാ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി വന്ന് ചോദിച്ചത്, കാണുന്നില്ലേ കൈ താമ്പ് പിടിച്ച് പൊട്ടിപ്പോയി, അലി റളിയല്ലാഹു ഭർത്താവ് എന്നെ പറഞ്ഞയച്ചതാ, ഞങ്ങൾ വീട്ടിൽ പരിചരണത്തിന് ഒരു അടിമയെ തരണമെന്ന്. അത് കൊടുക്കുകയല്ല ചെയ്തത്.
മോളെ നിനക്ക് അതിനേക്കാണൊക്കെ ഹൈറ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ രണ്ടുപേരുടെയും ഇടയിലിരുന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കിടക്കാൻ പോകുമ്പോൾ 33 തസ്ബീഹും 33 തഹ്മീദും 33 തക്ബീറും ആഖിർ ഉണ്ടാക്കിക്കോളി എന്നാ മക്കളോടും ഭാര്യമാരോടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇല്ലാഞ്ഞിട്ടല്ല. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് ദുനിയാവ് കിട്ടിയപ്പോ അതൊക്കെ പാടെ വേണമെന്നല്ല, കഷ്ടപ്പാട് അത്രമേൽ, ഒരു വീട്ടിൽ ഒന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ അവരെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയതാ, ഞങ്ങൾക്ക് കുറച്ചൊക്കെ സൗകര്യം തന്നൂടെ, പണ്ടല്ലോ ഇല്ലാത്ത കാലത്ത് ഞങ്ങൾ സഹിച്ചില്ലേ. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. അവരെങ്ങനെ ദുനിയാവിന്റെ സൗകര്യത്തിന് വേണ്ടി ചോദിക്കുന്നതും അതിനു വേണ്ടി അങ്ങനെ ഒരു ചിന്തയല്ലല്ലോ അവർക്കൊന്നും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയിൽ എത്തിപ്പെട്ടത്. ഭാര്യമാരുമായി തൽക്കാലം ഒരു പ്രശ്നമുണ്ടായത്. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ആ വീടിങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ല. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഉദ്ഉല്ലാഹ യാ റസൂലല്ലാഹി യുവസ്സിഅ അലാ ഉമ്മത്തിക്, അള്ളാഹുവിൻ്റെ റസൂലെ, തങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു തആല വിശാലത നൽകാൻ തങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടെ? ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടണം. ഫഖദ് വസ്സഅ അലാ ഫാരിസ വറൂം, പേർഷ്യയുടെയും റോമിൻ്റെയും മേൽ അല്ലാഹു തആല ഇഷ്ടം പോലെ സൗകര്യം ചെയ്തിട്ടില്ലേ? അവരൊക്കെ വഹും ലാ യഅ്ബുദൂന അല്ലാഹ്, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാത്ത പേർഷ്യയും അതുപോലെ റോമാ സാമ്രാജ്യമൊക്കെ എത്ര സൗകര്യങ്ങളിലാണ്. കിസ്റയും കൈസറും ഒക്കെ പട്ടുമെത്തകളിലാണ് അന്തിയുറങ്ങുന്നത്. അങ്ങാണെങ്കിലോ ഈ ഈത്തപ്പനയോല കൊണ്ടുള്ള പായയിൽ എന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു തന്നെ കരഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ഇസാറാണ്, ഒരു അരയുടുപ്പ് കയറ്റി എടുത്തേക്കുക, ആകെ അതേ ഉള്ളൂ. അത് ഇങ്ങോട്ട് മാറ്റി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഈ പായയുടെ അടയാളം കാണാമായിരുന്നു. ചുവന്നു തുടുത്ത ശരീരത്തിൽ പായ എങ്ങനെ അടയാളപ്പെട്ട് കണ്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു കരച്ചിലടക്കാൻ കഴിയാതെ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലെ, കിസ്റയും കൈസറുമൊക്കെ പട്ടുമെത്തകളിൽ കഴിയുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായ അങ്ങ് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴാണ് ഫസ്തവ ജാലിസ, ശ്വാസങ്ങൾ നേരിക്കിരുന്നിട്ട് വക്കാല, ചാരിയിരിക്കുന്നിടത്ത് നേരിക്കിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫി ഷക്കിൻ അൻത ഇബ്നുൽ ഖത്താബ്, എന്താ ഇബ്നുൽ ഖത്താബെ, നിനക്ക് വല്ല സംശയമുണ്ടോ? പേർഷ്യയും റോമയും ഒക്കെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാതെ അള്ളാഹുവിനെ വിശ്വസിക്കാതെ അവർക്ക് ഇഷ്ടം പോലെ സൗഖ്യം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹാബത്തിനും കഷ്ടപ്പാട്. എന്താ അത് ശരിയല്ലേ എന്ന് വല്ല സംശയം എനിക്കുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എനിക്ക് വല്ല സംശയമുണ്ട് എൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ? ഉലൈക ഖൗമുൻ ഉജ്ജിലത് ലഹും തയ്യിബാതുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, എന്നാൽ മനസ്സിലാക്കണം ഉമറേ, അവരൊക്കെ ഒരു വിഭാഗമാണ്. ഉജ്ജിലത് ലഹും തയ്യിബാതുഹും, അവർക്കുള്ള എല്ലാ നന്മകളും നേരത്തെ നൽകപ്പെട്ടവരാണ്. ഫിൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിൽ സുഖമൊക്കെ ഭൗതിക ജീവിതത്തിൽ നേരത്തെ കൊടുത്ത് തീർക്കുക അവർക്ക്. ആഖിറത്തിൽ ഒരു സുഖവും അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സുഖം വേണമെങ്കിൽ അത് ദുന്യാവിൽ അള്ളാഹ് കൊടുത്തു തീർക്കുക. മാത്രമല്ല, ഒരു ശിക്ഷ ശരിയായും അനുഭവിക്കണമെങ്കിൽ സുഖം എന്താണെന്ന് നേരത്തെ അറിയണം. സുഖമുള്ള ഒരു കാലം പിന്നിട്ടവന് വിഷമത്തിൻ്റെ വിഷമറിയുള്ളൂ. ഒരു കുട്ടി ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ അവന് വേദനയാണെങ്കിൽ വേദനയുടെ വേദന എന്താണെന്നറിയില്ല. കാരണം വേദന ഇല്ലാത്തൊരു സമയം അവനുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വേദന ഇല്ലാത്തപ്പോൾ സുഖം എന്താണെന്ന് അറിയുമ്പോഴേ വേദനയുടെ വേദന അറിയുള്ളൂ. ഈ സുഖവും സൗകര്യവും ഒക്കെ ഇവിടെ ഉണ്ടാവുമ്പോഴാണ് ഇതില്ലാതെ ആഖിറത്തിൽ ചെല്ലുമ്പോഴുള്ള നഷ്ടം അവർക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് ആഖിറത്തിൽ അല്ലാഹു തആല അവർക്ക് ഒരു സൗഖ്യവും നൽകാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് അവരുടെ എല്ലാ സൗഖ്യവും ദുനിയാവിൽ നേരത്തെ നൽകപ്പെട്ടതാ. അത് കണ്ട് നീ എന്തിനാ വെറുതെ ബേജാറാവുന്നത്? ഇത് ലോകത്തെന്നും മനസ്സിലാക്കപ്പെടേണ്ട സത്യ. അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കാത്ത ആളുകൾക്കൊക്കെ ദുനിയാവിൽ ഒരുപാട് ചിലപ്പോൾ സൗകര്യങ്ങളുണ്ടാവും. നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും, ഇവർക്ക് എത്രയൊക്കെ സൗകര്യം ഉണ്ടല്ലോ, നമ്മളെ അന്നെന്തിനാ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അതവർക്ക് നേരത്തെ അദ്ഹബതും ത്വയ്യിബാതികും ഫിൽ ഹയാതികുമുദ് ദുനിയ, ആഖിറത്തിൽ അവരോട് അല്ലാഹു തആല പറയുന്നതായി ഖുർആൻ പറയുന്നുണ്ട്. അദ്ഹബതും ത്വയ്യിബാതികും, നിങ്ങളുടെ നന്മകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ തന്നെ ആസ്വദിച്ചു തീർത്തു, ഇവിടെ നിങ്ങൾക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു ദിവസം നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിരിയും ഇറച്ചും കൂടി മുമ്പിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരഞ്ഞെഴുന്നേറ്റ് പോയത്. അദ്ദേഹം പറഞ്ഞത്, മുസ്അബ് ഇബ്നു ഉമൈർ നമ്മുടെ കൂട്ടത്തിലായിരുന്നു. ദുനിയാവിലെ സുഖങ്ങളൊന്നും അനുഭവിക്കാതെ കഫംപുട കാലുമറക്കുമ്പോൾ തലമറയാനില്ലാതെ, തലമറക്കുമ്പോൾ കാലുമറയാനില്ലാതെ,
അവസാനം കാലിന് പുല്ല് വെച്ച് കെട്ടി കഫംപുടയുമായി കഴിഞ്ഞുപോയി മുസ്അബ്. നമുക്കിതാ ഇവിടെ സൗകര്യങ്ങളൊക്കെ കൂടി, നോമ്പുറക്കുമ്പോൾ ഇറച്ചും പത്തിരിയായി. അതുകൊണ്ട് തന്നെ അദ്ഹബത്തും ത്വയ്യിബാത്തിക്കും ഫിൽ ഹയാത്തി ദുന്യ, ഭൗതിക ജീവിതത്തിൽ നിങ്ങളുടെ നന്മകളൊക്കെ നിങ്ങൾക്ക് തന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ പെട്ടുപോകുമോ എന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പേടിച്ചുപോയി. അവരൊക്കെ അങ്ങനെയാ ചിന്തിച്ചത്. അതാണ് ഉമർ റളിയല്ലാഹുവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റോമും പേർഷ്യയും കണ്ട് നീ ഞെട്ടേണ്ടതില്ല, അവരുടെയൊക്കെ സൗകര്യങ്ങൾ അല്ലാഹു ദുനിയാവ് നേരത്തെ കൊടുത്തതാ. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിർ ലി യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു തെറ്റായിപ്പോയി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ വിശ്വാസങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് വേണ്ടി അങ്ങ് പൊറുക്കലിനെ ചോദിക്കണമെന്ന്. എന്നിട്ട് വക്കാന അഖ്സമ അല്ലാ യദ്ഖുല അലൈഹിന്ന ശഹ്റ, ഒരു മാസം ഇനി ഭാര്യമാരുടെ മേൽ പ്രവേശിക്കില്ല എന്ന് വിശ്വാസങ്ങൾ സത്യം ചെയ്തിരുന്നു. കാരണം മിൻ ശിദ്ദത്തി മൗജിദത്തിഹി അലൈഹിന്ന, അവരുടെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രമേൽ പ്രയാസമുണ്ടായതുകൊണ്ട് അവരൊക്കെ പാടങ്ങട്ട് ഇടങ്ങേറാക്കി. ഒരു സമരം പോലെ, ഒരു ധർണ പോലെയായിരുന്നു. എല്ലാവരും കൂടി ഒരു യൂണിയൻ പോലെ എല്ലാ ഭാര്യമാരും കൂടി ഞങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ സൗകര്യമാണ്, ഞങ്ങൾക്ക് ഇങ്ങനൊന്നും ആയാൽ പറ്റൂല എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ദുന്യാവിൻ്റെ സൗകര്യമാണല്ലോ അവരാഗ്രഹിക്കുന്നത് എന്ന് തോന്നിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത വിഷമം തോന്നി. അതുകൊണ്ട് ഇനി ഒരു മാസം ഞാൻ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തു. ഹത്താ ആതബഹു അല്ലാഹു അസ്സ വജല്ല, അതേപറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇത് തന്നെ ഇനിയും വേറെയും ചില വിശദീകരണങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതും ഷെയ്ഖാനി ബുഖാരി മുസ്ലിം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി തൊട്ട് റിവായത്ത് ചെയ്തു, മക്കസ്തു സനത്തൻ ഉരീദു അൻ നസ്റ ഉമറ, ഒരു വർഷം ഞാൻ ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കാൻ കൊണ്ട് നടന്നിരുന്നു. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തതിൽ കൂടുതലായിട്ട് ലമ്മഅതസല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഅഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുമായി ഇഅ്തിസാൽ ചെയ്തു, മാറി നിന്നു. അങ്ങനെ മാറി നിന്നപ്പോൾ ദഖൽതുൽ മസ്ജിദ, നേരത്തെ പറഞ്ഞ സംഭവത്തിന്റെ മറ്റൊരു വിശദീകരണമാണ്. ഉമർ റളിയല്ലാഹു പറയാണ്, ഞാൻ പള്ളിയിൽ പോയി, അപ്പോൾ ജനങ്ങളൊക്കെ പാടങ്ങനെ യുനക്കിത്തൂന ബിൽ ഹസ, കല്ലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിഷമുണ്ടാവുമ്പോൾ മുന്നിൽ കല്ല് ചെരല് പാകിയതായിരുന്നു. അന്ന് ഇഷ്ടിക അല്ലെങ്കിൽ ഇതുപോലുള്ള സംവിധാനം ഒന്നും പള്ളിയിലില്ല, ചെരല് മാത്രമാണ്. അപ്പോൾ ആ ചെരലിൽ ഇങ്ങനെ വെറുതെ കൈകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ വിഷമിച്ച് തലതാഴ്ത്തിയിരിക്കുമ്പോൾ അവരിങ്ങനെ കല്ലിങ്ങനെ ഇളക്കിക്കൊണ്ട് കളിക്കല്ല, വിഷമം കൊണ്ട് ആ കല്ലുമലിങ്ങനെ പിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, തൊല്ലക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ തൊലാഖ് ചൊല്ലി എന്ന് അവർ പറഞ്ഞു ചെയ്തു. അത് വദാലിക ഖബ്ല അൻ യുഅ്മറ ബിൽ ഹിജാബി, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഹഫ്സ ബീവിന്റെ അടുക്കൽ മകളാണ്, പക്ഷെ മറ്റുള്ളവരുടെ അടുക്കൽ ഉമർ റളിയല്ലാഹു പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ അന്ന് പോകാമായിരുന്നു, അന്ന് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടില്ല, സ്ത്രീകൾക്ക് മാറി നിൽക്കണമെന്ന നിർദ്ദേശം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫഖുൽതു, അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അഅലമന്ന ദാലിക്കല്ലോ, ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ തൊലാഖ് ചൊല്ലി, എന്താ സംഭവം എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് ഉമർ റളിയല്ലാഹു തീരുമാനിച്ചിട്ട് അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു ആയിഷ ബീവിന്റെ അടുക്കൽ ഹഫ്സ ബീവിന്റെ അടുക്കലൊക്കെ പോയിട്ട് ഇപ്പോൾ വഅദഹു ഇയ്യാഹുമ, മകള് ഹഫ്സ ബീവിന്റെ അടുക്കൽ മാത്രമല്ല ഉമർ റളിയല്ലാഹു പോയത്, ആയിഷ ബീവിന്റെ അടുക്കലും ചെന്നു, മറ്റു ഭാര്യമാരുടെ അടുക്കലും ചെന്നിട്ടുണ്ട്. എന്നിട്ട് ആയിഷ ബീവിനോട് ഹഫ്സ ബീവിനോട് ഉമർ റളിയല്ലാഹു വഅദ് പറഞ്ഞു, ഉപദേശിച്ചു. ഇല അൻ ഖാല ഫദഖൽതു ഫഇദാ അന ബിറബാഹി ഗുലാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സാസങ്ങളുടെ പരിചാരകൻ എന്ന് നേരത്തെ നാം പറഞ്ഞത് റബാഹ് എന്ന അടിമയാണ്. അങ്ങനെ ആ അടിമയെ വിളിച്ചു, സമ്മതം ചോദിച്ചു, 2-3 തവണ സമ്മതം കിട്ടിയില്ല. അങ്ങനെ അവസാനം ഉമർ റളിയല്ലാഹു സമ്മതം കിട്ടി. അങ്ങനെ കടന്നു ചെന്നപ്പോൾ ഇലാ അൻ ഖാല, ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഫഖുൽതു യാ റസൂലല്ലാഹ് മാ യശുഖു അലൈക മിൻ അംരിൻ നിസാ, എന്താ നബിയെ തങ്ങൾക്ക് ഭാര്യമാരുടെ കാര്യത്തിൽ ഇത്ര പ്രയാസം? ഫൈൻ കുന്ത തല്ലഖ്തഹുന്ന, തങ്ങൾ അവരെ ത്വലാഖ് ചൊല്ലണമെങ്കിൽ ഫൈനല്ലാഹ മഅക, തീർച്ചയായും അല്ലാഹ് തങ്ങളൊപ്പം ഉണ്ടാവും. വ മലായികത്തുഹു, അള്ളാഹിന്റെ മലക്കുകളും ഉണ്ടാവും. വ ജിബ്രീലു വ മലായികത്തുഹു വ ജിബ്രീല വ മീകാല, ജിബ്രീലും മീകായിലും മറ്റു മലക്കുകളും. വ അന വ അബൂബക്കർ വൽ മുഅ്മിനൂന മഅക, ഞാനും അബൂബക്കറും മറ്റെല്ലാ മുഅ്മിനീങ്ങളും തങ്ങളൊപ്പം ഉണ്ടാവും. തങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ത്വലാഖ് ചൊല്ലണമെങ്കിൽ ചൊല്ലിക്കോട്ടെ. തങ്ങളുടെ വിഷമം മാറ്റാൻ വേണ്ടി ഉമർ റളിയല്ലാഹു പറഞ്ഞു, തങ്ങൾ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലണമെങ്കിൽ തങ്ങൾക്ക് എന്താ പ്രയാസം? ഓല് പോണ വഴിക്ക് പോട്ടെ, അള്ളയും ജിബ്രീലും മീകായിലും ഞാനും അബൂബക്കറും മുഅ്മിനീങ്ങളും ഒക്കെ തങ്ങളൊപ്പുണ്ട്. ഇത് ഉമർ റളിയല്ലാഹു ആദ്യം നബിസ്വാസങ്ങളോട് പറഞ്ഞ വാക്കാണ്. ഉമർ റളിയല്ലാഹു തന്നെ പറയാണ്, വഖല്ലമാ തകല്ലംതു വഅഹ്മദുല്ലാഹ്, എൻ്റെ ഇടയിൽ പറഞ്ഞാണ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ബി കലാമിൻ, ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഞാനത് പറയലാം, പക്ഷെ ഇല്ലാ റജൗതു അൻ യകൂന അല്ലാഹു യുസദ്ദിഖു ഖൗലി, പിന്നെ പടച്ചോൻ അത് വാസ്തവമാക്കുന്നതായി ഞാൻ പ്രതീക്ഷിക്കാറുണ്ട്.
അതാണ് ഉമർ റളിയല്ലാഹു അൻഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ പ്രവാചകനും ഓരോ ഉമ്മത്തിലും ഒരു കാര്യങ്ങളെ ഒരു ഉള്ളറിവിൽ നിന്ന് പറയാൻ കഴിയുന്ന ആളുകളുണ്ട്, മുൽഹമീങ്ങളായ ആളുകൾ. അവർക്കൊരു തരം ഉള്ളിൽ നിന്നൊരു തരം വിവരം ലഭിക്കും. അത് അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേകമായ അറിവാണ്. ഈ ഉമ്മത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ആണത്. ഉമർ റളിയല്ലാഹു അൻഹു ചില വാക്ക് പറഞ്ഞ അള്ളാഹ് അതാണ് വാസ്തവമാക്കല. അപ്പൊ ഇങ്ങനൊരു വാക്ക് പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് അള്ളാഹു തആല വാസ്തവീകരിക്കും എന്നുണ്ട്. ഞാൻ നബി തങ്ങളോട് എന്നിട്ടാണ് പറഞ്ഞതാ, പെണ്ണുങ്ങളൊക്കെ പോവാണ് പോട്ടെ, തങ്ങൾ എന്തിന് വിഷമിക്കണം, തങ്ങൾക്ക് അള്ളണ്ട്, മലക്കുകളുണ്ട്, ജിബ്രീലുണ്ട്, മീകായിലുണ്ട്, ഞാനുണ്ട്, അബൂബക്കർ ഉണ്ട്, മറ്റു മുഅ്മിനീങ്ങളൊക്കെ ഉണ്ട്. വനസലത്ത് ഹാദിഹില്ലായ. അപ്പോഴാണ് പിന്നീട് ഈ ആയത്തിറങ്ങി ഞാൻ പറഞ്ഞ അതേമാതിരി, അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന. അതുപോലെ വ ഇൻ തളാഹറ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു. നബി തങ്ങളുടെ എതിരിൽ നിങ്ങൾ സഹകരിച്ചാൽ അള്ളാഹ് നബി തങ്ങളെ സഹായിക്കാനുണ്ടാവും. വ ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടാവും. വ സ്വാലിഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നല്ലവരുണ്ടാവും. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ, മറ്റു മലക്കുകളും സഹായിക്കാനുണ്ടാവും. ഇത് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞ വാക്കാണ്. ആ വാക്ക് അല്ലാഹു തആല വാസ്തവീകരിച്ചുകൊണ്ട് ഖുർആനായി അവതരിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഫഖുൽതു, അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ സംഭവം പറഞ്ഞതാണ്. തുടർന്ന് സംഭവം വിവരിക്കുകയാണ്. ഫഖുൽതു, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ആ ത്വല്ലഖ്തുഹുന്ന, തലാക്ക് ചെല്ലിയാൽ തന്നെ തങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളൊക്കെ തങ്ങളൊപ്പം ഉണ്ടാവും. ഞങ്ങളൊക്കെ പറഞ്ഞാൽ ആര്? അമ്മോശന്മാരാണ്. ഞങ്ങളെ മക്കളെ തലാക്കല്ലുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമാവില്ല. ഞാനും അബൂബക്കറും തങ്ങളൊപ്പയിക്കാറ്, ഞങ്ങളെ മക്കളൊപ്പല്ല. ഞങ്ങളെ മക്കളൊപ്പല്ല ഞങ്ങളുണ്ടാവുക, ഞങ്ങൾ തങ്ങളൊപ്പം ഉണ്ടാവുക. അപ്പൊ ത്വലാക്ക് ചെല്ലിയണമെങ്കിൽ തന്നെ തങ്ങളത് വിഷമാക്കി എടുക്കണ്ട, തങ്ങൾ എന്തിനു വിഷമിക്കണം. എന്നിട്ട് പിന്നെ യഥാർത്ഥം അറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ തല്ലഖ്തുഹുന്ന, സത്യമായിട്ട് തങ്ങളവർ തലാക്ക് ചെല്ലിയണോന്ന് ചോദിച്ചു. എന്താ ഇപ്പൊ സംഭവം എന്ന് ചോദിച്ചു. ഹാല, അവന്റെ വിശ്വാസങ്ങൾ പറഞ്ഞില്ല, തലാക്ക് ചെല്ലിയിട്ടില്ല. ഇതൊക്കെ ചോദിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കഴിയുള്ളൂ. എല്ലാവരും പള്ളിയിൽ ഇരിക്കുക, ആരാ നബിസ്വാസങ്ങളോട് ചെന്നിട്ട് ഇങ്ങനെക്കാട് ചോദിക്കുക, ഇങ്ങനെക്കാട് പറയാ. ഒരു വിഷമത്തിന്റെ ഘട്ടത്തിൽ എല്ലാവരും മിണ്ടാതെ കരയില്ലാതെ നബിസ്വാസങ്ങളോട് അങ്ങനെ ചോദിക്കാനൊന്നും ആർക്കും കഴിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് തമാശയും പറയും, കാര്യം പറയും, സഹായം ഓഫർ ചെയ്യും, അതിൻ്റെ ഇടയിൽ കൂടെ കാര്യം ചോദിക്കും. അപ്പം നബിസ്വാസങ്ങൾ യഥാർത്ഥം പറഞ്ഞു, ത്വലാഖൊന്നും ചൊല്ലിയിട്ടില്ല. അപ്പം ഞാൻ വേഗം പള്ളിൻ്റെ വാതിക്കെ ചെന്നിട്ട് ഫനാദൈതു ബിഅഅലാ സൗതി, ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലം യുത്വല്ലഖ് നിസാഹു, നബിസ്വാസങ്ങൾ ത്വലാഖ് ചൊല്ലിയിട്ടില്ല കേട്ടോ പറഞ്ഞു. എല്ലാവരും അത് വിചാരിച്ച് വിഷമിച്ചിരിക്കണ്ട, നബിസ്വാസങ്ങൾ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയിട്ടില്ല പറഞ്ഞു. അപ്പോൾ അത് സംബന്ധമായാണ് ഈ ആയത്തിറങ്ങിയത്. വഇദാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും എന്ന സൂറത്തുൻ നിസായിലെ ആയത്ത്. ഒരു ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ നിർഭയത്വത്തിൻ്റെതായ ഏതെങ്കിലും ഒരു കാര്യം അവർക്ക് വന്നാൽ പെട്ടെന്ന് അതാണ് പ്രചരിപ്പിക്കും. അതിനെ അല്ലാഹു തആല വിമർശിച്ചു. ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ പ്രചരിപ്പിക്കലല്ല. ആരെവിടെ ത്വലാഖ് ഇല്ല എന്നുള്ള ഈ കിംവദന്തി ഉണ്ടാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യമാരുമായി വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നതിന് ത്വലാഖ് ചൊല്ലി എന്ന് പ്രചരിപ്പിക്കാൻ പാടില്ല. വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും, റസൂലിലേക്കും കാര്യബോധമുള്ളവരിലേക്കും വിഷയം മടക്കിയിരുന്നെങ്കിൽ ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും, വിഷയങ്ങളെ അതിൻ്റെ യഥാർത്ഥ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ അത് തിരിച്ച് മനസ്സിലാക്കി എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫകുന്തു അനസ്തംബത്തു ദാലിക്കൽ അംർ, ഈ കാര്യം പുറത്തു കൊണ്ടുവന്നത് ഞാനാ. എല്ലാവരും ഇങ്ങനെ വിഷയം പറയാം, തലാഖ് അല്ലിട്ട് ഉണ്ടാവില്ല. ഞാനത് അതിൻ്റെ യഥാർത്ഥ കേന്ദ്രത്തിൽ പോയി വിഷയം അന്വേഷിച്ച് മനസ്സിലാക്കി അത് ജനങ്ങളോട് പറഞ്ഞു. ആ ഒരു മഹത്വവും ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇതേമാതിരി ഖുർആന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് യോജിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ ഒന്നിലധികം സന്ദർഭങ്ങളുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാണ്, നേരത്തെ തന്നെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ പല സ്ഥലത്തും ഖുർആൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് യോജിച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്ന് നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഹിജാബിന്റെ ആയത്ത്. ഹിജാബിന്റെ ആയത്ത് തങ്ങളുടെ ഭാര്യമാരോടൊക്കെ അവരുടെ പർദ്ദകൾ ധരിക്കാനും മക്കനകൾ താഴ്ത്തിയിടാനും നബി തങ്ങൾ പറഞ്ഞാൽ എന്താ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. അതാണ് അല്ലാഹു തആല പിന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കനകൾ താഴ്ത്തിയിടണം എന്ന ഹിജാബിന്റെ ആയത്തായി അല്ലാഹു തആല അവതരിപ്പിച്ചത്. ബദറിൽ ബന്ധനസ്ഥനാക്കപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞവരൊക്കെ കൊന്നുകളയണം നബിയെ. ആ സംഭവങ്ങൾ നമ്മൾ നേരത്തെ വിവരിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും അതിന് വിശ്വാസങ്ങളും
അതിന് ഒരു വിട്ടുവീഴ്ച മനസ്ഥിതിയാണ് കൈക്കൊണ്ടത്. പക്ഷെ ഉമർ റളിയല്ലാഹുവിനാണ് കർശനമായ മനസ്ഥിതി കൈക്കൊണ്ടത്. അല്ലാഹു തആല അവസാനം ഉമർ റളിയല്ലാഹുവിന്റെ ആ ഭാഗമാണ്, നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് അങ്ങനെ ഒരു സാബിഖായ തീരുമാനം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ശക്തമായി ശിക്ഷിക്കുമായിരുന്നു എന്ന് വരെ അല്ലാഹു തആല പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിന്റെ ഭാഗത്തോട് യോജിച്ചുകൊണ്ട്. അതുപോലെ തന്നെ വമിൻഹാ ഖൗലുഹു ലവിത്തഖത്ത മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, ഉമർ റളിയല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറഞ്ഞത്, ഈ മഖാം ഇബ്രാഹിം നിസ്കരിക്കുന്ന സ്ഥലമാക്കിയാൽ എല്ലാവർക്കും നമസ്കരിക്കാനുള്ള ഒരു സ്ഥലമായി മഖാം ഇബ്രാഹിം സ്വീകരിച്ചുകൂടെ, നബിയെ തങ്ങളുടെ ഒരു മുസല്ലയായി മഖാം ഇബ്രാഹിമിനെ നിലനിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഫഅൻസലല്ലാഹു വത്തഖദു മിൻ മഖാം ഇബ്രാഹിം മുസല്ല. ഇങ്ങനെ ഉമർ റളിയല്ലാഹു പറയുന്ന പല കാര്യവും ഖുർആൻ അംഗീകരിച്ചുകൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു മകളുടെ അടുക്കൽ ചെന്നു, അതുപോലെ തന്നെ ആയിഷ ബീവിയുടെ അടുക്കൽ ചെന്നു, അവരോട് ഉപദേശിച്ചു എന്നൊക്കെ നാം നേരത്തെ പറഞ്ഞു. അനസ് റളിയല്ലാഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഫസ്തഖറൈതുഹുന്ന അഖൂലു ലതകുഫന്ന അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ലയുബദ്ദിലന്നഹു അല്ലാഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന, ഞാൻ ഓരോ പെണ്ണുങ്ങളുടെ അടുക്കലും ചെന്ന് പറയാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞല്ലോ ഹിജാബിന്റെ ആയത്തിന്റെ മുമ്പിലാണ്, ഹിജാബിന്റെ ആയത്തൊന്നും ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് അന്ന് പരസ്പരം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കാണാമായിരുന്നു. അപ്പം ഞാൻ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഓരോരുത്തർക്കും ചെന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹിന്റെ റസൂലിനെ ബുദ്ധിമുട്ടിക്കുന്നത് നിർത്തണം, അല്ലെങ്കിൽ അള്ളാഹ് നിങ്ങളെക്കാണൊക്കെ നല്ല പെണ്ണുങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞത്, നിങ്ങൾ അള്ളാഹിന്റെ റസൂലിനെ വിഷമിപ്പിക്കുകയാണ്, നിങ്ങളെക്കാണ് നല്ല പെണ്ണുങ്ങൾ അള്ളാഹിന്റെ റസൂലിന് കിട്ടുന്നു. അങ്ങനെ ഹത്താ അത്തൈതു അലാ ആഖിരി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, അവസാനത്തെ പെണ്ണുങ്ങളുടെ അടുത്ത് ഞാൻ ചെന്ന്, ഞാനിങ്ങനെ എല്ലാവരോടും ചെന്നിട്ട് ഉപദേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അടുക്കൽ, ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ അടുക്കൽ ഞാൻ അങ്ങനെ ചെന്ന് ഉപദേശിക്കുമ്പോൾ അവസാനത്തെ പെണ്ണെന്നോട് പറഞ്ഞു, ആ ഉമർ, എന്താ ഇപ്പം നിങ്ങളിങ്ങനെ വഅദ് പറയാൻ തുടങ്ങി ഇറങ്ങിയാണ്, അള്ളാഹിന്റെ റസൂലിനെ വഅദ് പറയാൻ ഞങ്ങളോട്? പെണ്ണുങ്ങളാണല്ലോ, അവർക്ക് മറുപടി ഇല്ലായിരിക്കില്ല. ഞങ്ങളോട് വഅദ് പറയാൻ അള്ളാഹിന്റെ റസൂൽ തന്നെ ഉണ്ട്, വേണമെങ്കിൽ അവിടുന്ന് പറഞ്ഞോളൂ. നിങ്ങളിപ്പോൾ വേറൊരു പുതിയ ആൾ വന്ന് ഞങ്ങളോട് വഅദ് പറയണോ? ഞങ്ങളിവിടെ വഅദിന്റെയും ഉപദേശത്തിന്റെയും ഒക്കെ ഏറ്റവും വലിയ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്. ഞങ്ങളുടെ അടുത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അള്ളാഹിന്റെ റസൂൽ പറയട്ടെ, നിങ്ങൾ വന്ന് ആരോ ഉപദേശിക്കാൻ? ഹത്താ തഅദഹുന്ന, നിംസാസങ്ങളുടെ വഅദിട്ട് നിർത്തിപ്പോയി, നിങ്ങളിപ്പോൾ വഅദ് പറയാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഫഅംസക്തു, അപ്പം ഞാൻ പിന്നെ മിണ്ടാതിരുന്നു, അതിന് മറുപടി ഇല്ലല്ലോ. അപ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കിയത്, അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന അൻ യുബ്ദിലഹു. മർദാന് പറഞ്ഞ കാര്യം തന്നെ, നിംസാസങ്ങൾ നിങ്ങളൊക്കെ തലാഖില്ല, നിങ്ങളെക്കാണൊക്കെ നല്ല പെണ്ണുങ്ങളെ അള്ളാഹ് നബി തങ്ങൾക്ക് കൊടുക്കുമെന്നതും അല്ലാഹു തആല ഉമർ റളിയല്ലാഹുവിന്റെ വാക്കിനോട് യോജിച്ചു കൊണ്ടിറക്കിയത്. ഞങ്ങളോട് വഅദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോടെന്ന് പറഞ്ഞിരുന്ന ഭാര്യ ഉമ്മു സലമയാണ് എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഈ സംഭവങ്ങളാണ്, 2-3 സംഭവങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ചിലപ്പോൾ ഈ സംഭവങ്ങൾ നേരത്തെയുള്ള സംഭവത്തിന്റെ തുടർച്ചയായി വന്നതായിരിക്കാം. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ഭാര്യമാരോടും 1 മാസക്കാലം തൽക്കാലം മാറി നിൽക്കുന്നു എന്ന് സത്യം ചെയ്യുകയും 29 ദിവസം അങ്ങനെ വിശ്വാസങ്ങൾ വെടിഞ്ഞു നിന്നിട്ടുണ്ട്. 29ാമത്തെ ദിവസമാണ് പിന്നീട് ആയിഷ ബീവിയുടെ അടുക്കൽ ചെന്ന് ആയത്തിറങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ അവരോട് വിവരം പറഞ്ഞത്, നിങ്ങൾക്ക് ദുനിയാവിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായ ജീവിത വിഭവങ്ങൾ നൽകി ഞാൻ നിങ്ങളെ പിരിച്ചുവിടാം. അതല്ല, വഇൻ കുന്തുന്ന തുരിദിന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, അള്ളാഹുവിനെയും റസൂലിനെയും പരലോക ജീവിതവുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അല്ലാഹു തആല ഏറ്റവും വലിയ പ്രതിഫലം ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങനെ ഈ ആയത്തിറങ്ങിയപ്പോൾ ആദ്യമായി ആയിഷ ബീവിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പറഞ്ഞത്. അല്ലാഹു തആല സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, ധൃതി കൂട്ടണ്ട, മാതാപിതാക്കളോടൊക്കെ അന്വേഷിച്ചാളാന്നും പറഞ്ഞു. ആയിഷ ബീവി അപ്പോൾ തന്നെ പറഞ്ഞു, ഇതിനാണ് ഞാൻ ഇപ്പം ഉമ്മാനോടും വാപ്പാനോടും ചോദിക്കേണ്ടത്? ഞാൻ അള്ളാഹിനെ റസൂലിനെ തിരഞ്ഞെടുത്തു, അതിനിപ്പോൾ ആരോട് ചോദിക്കാൻ കാത്തിക്കണ്ട. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. എന്നിട്ട് ആയിഷ ബീവി പറഞ്ഞു, ഞാൻ ഏതായാലും അള്ളാഹിനെ റസൂലിനെ തിരഞ്ഞെടുത്തതെന്ന് മറ്റു ഭാര്യമാരോട് തങ്ങൾ പറയണ്ട, ആരെങ്കിലുമൊക്കെ ഈ ചാൻസിന് പോണേ പോയിക്കോട്ടെ എന്ന്. അവരുടെയൊക്കെ ഒരു സ്വാഭാവികമാണത് ഭാര്യമാരുടെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അങ്ങനെ ആരെയും വിഷമിപ്പിക്കാൻ വന്ന ആളല്ല, ഞാൻ എല്ലാവരോടും പറയും ഇന്നെ തിരഞ്ഞെടുത്തു എന്ന്. അങ്ങനെ എല്ലാ ഭാര്യമാരും അവരുടെ ഒന്നും മനസ്സിൽ അപ്പുറത്തൊരു ചിന്ത ഉണ്ടായിട്ടല്ല. ഞാൻ പറഞ്ഞില്ല, ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ കുറേ പണമൊക്കെ കിട്ടിയപ്പോൾ, ഹലാലായ പണം കിട്ടിയപ്പോൾ സ്വാഭാവികമായും ഏതൊരു ഭാര്യയും ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം അവർ ചോദിച്ചു എന്നുള്ളൂ.
അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയൊന്നും ആവാൻ പാടില്ല എന്നവരെ പഠിപ്പിക്കുമായിരുന്നു. നിങ്ങൾ അങ്ങനെയൊന്നുമല്ല. യാ നിസാ അൻ-നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇൻ തഖൈതുൻ. അല്ലാഹു തആല പറഞ്ഞല്ലോ, നബി തങ്ങളുടെ ഭാര്യമാര് നിങ്ങൾ സാധാരണ സ്ത്രീകളെ പോലല്ല. നിങ്ങൾക്ക് സാധാരണ സ്ത്രീകൾക്ക് അനുവദിക്കപ്പെടുന്നതും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് അല്ലാഹു തആല ആഖിറത്തിൽ തരാൻ ഉദ്ദേശിക്കുന്ന അത്രയും വലിയ സ്ഥാനങ്ങളാണ്. അതുകൊണ്ട് ദുനിയാവിൻ്റെ ഒരു ചിന്തയും മോഹവും നിങ്ങളുടെ മനസ്സിലേ വരാൻ പാടില്ല. അതവരെ പഠിപ്പിക്കുകയായിരുന്നു അള്ളാഹുവും റസൂലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വിഷയത്തിലൊക്കെ വഹി കാത്തിരിക്കണം. ഇതൊക്കെ അല്ലാഹു തആല തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹു തആല അവസാനം തീരുമാനിച്ചിട്ട് അറിയിക്കുന്ന ആ സമയം വരെ കാത്തിരിക്കുകയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വിഷയങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നതിന് മുമ്പുണ്ടായ സംഭവങ്ങളായിരിക്കാം ഹഫ്സ ബീവിയും ആയിഷ ബീവിയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഒത്തുകളിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ഭാര്യമാരുമായി തെറ്റിക്കാനുള്ള അല്ലെങ്കിൽ ചെറിയ ചില കുസൃതികൾ, അത് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുന്ന എവിടെയും സംഭവിക്കാവുന്ന സ്വാഭാവികമായ ചില പ്രശ്നങ്ങളാണ്. അതിനെ തുടർന്നായിരിക്കാം പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായി വന്നതും ഒന്നിച്ചിട്ട് നമ്മൾക്ക് കുറച്ചുകൂടിയൊക്കെ സൗകര്യങ്ങൾ ചോദിച്ചാൽ എന്താ എന്നൊക്കെയുള്ള ആലോചനകൾ ഉണ്ടായത്. അതുകൊണ്ട് ഈ സംഭവത്തിൽ രണ്ട് വിഷയങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഒന്ന് മാരിയത്തുൽ ഖിബ്തിയ്യ എന്ന അടിമസ്ത്രീയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാരിയെ ഹറാമാക്കിയതാണ് ഇതിന് പശ്ചാത്തലം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സൈനബ് ബീവിന്റെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചതാണ്. ഇതിനെപ്പറ്റി ഖുർത്തുബിയിൽ ഇമാം ഖുർത്തുബി തങ്ങൾ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് വഅമ്മാ മൻ റവ അന്നഹു ഹറമ മാരിയത്തുൽ ഖിബ്തിയ്യ ഫഹുവ അംസലു ഫി സനദി വഅഖറബു ഇലൽ മഅന ലാകിന്നഹു ലം യുദവ്വൻ ഫി സ്വഹീഹി വറുവിയ മുർസല. സംഗതി മാരിയത്തുൽ ഖിബ്തിയ്യ ഹറാമാക്കിയ സംഭവമാണ്. ഈ വിഷയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ രഹസ്യം പറഞ്ഞതും ആ പറഞ്ഞതിനെ പ്രചരിപ്പിച്ചതും രണ്ടുപേരും കൂടി ഒത്തതുമൊക്കെ എന്ന് പറയുന്നതിന് കൂടുതൽ യോജിപ്പൊക്കെ ഉണ്ട്. പക്ഷേ അത് സ്വഹീഹിൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടില്ല. അതുമല്ല, ഹദീസ് മുർസലാണ്. ഹദീസ് സ്വഹീഹിന്റെ സ്ഥാനത്തെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് തേനിന്റെ കാര്യത്തിലാണെന്നും അത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സൈനബ് ബീവിന്റെ വീട്ടിൽ നിന്നാണോ ഹഫ്സ ബീവിന്റെ വീട്ടിൽ നിന്നാണോ ഒക്കെ ഖിലാഫ് റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. സൈനബ് ബീവിന്റെ വീട്ടിൽ നിന്ന് കുടിച്ചതാണെന്നും അതിന്റെ പേരിൽ ആയിഷയും ഹഫ്സയും റളിയല്ലാഹു അൻഹുമായാണ് ഇതിനെതിരിലൊരു നീക്കം നടത്തിയത് എന്നും അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി തേൻ കുടിക്കില്ല എന്ന് സത്യം ചെയ്തത്. ആ വിഷയം രഹസ്യമാക്കി വെക്കാൻ ആവശ്യപ്പെട്ടത് ഇതാണ് കൂടുതൽ ശരിയായ ഉപായം. അപ്പോൾ മൊത്തം ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഇമാം നവവി തങ്ങൾ ശറഹ് മുസ്ലിമിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഈ വിഷയത്തിൽ റിവായത്തുകൾ പലതും മാറി മാറി വന്നിട്ടുണ്ട് ആളുകളുടെ കാര്യത്തിൽ. പക്ഷെ ഏറ്റവും അധികം ഈ വിഷയത്തിൽ യോജിപ്പ് വരുന്നത് ഈ സംഭവം സൈനബ് ബീവിന്റെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേൻ കുടിച്ചത് സംഭവത്തിലാണ്. തളാഹറത അലൈഹി എന്ന് പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും നബി തങ്ങൾക്ക് എതിരിൽ സഖ്യമാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞത് ആയിഷ ബീവിയുടെയും ഹഫ്സ ബീവിയുടെയും കാര്യത്തിലാണ്. അപ്പോൾ അതാണ് കൂടുതൽ റിവായത്തുകൾ കൊണ്ട് മനസ്സിലാവുന്നത്. ഇനി അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇതത്ര വലിയൊരു രഹസ്യമാണോ? ഒരു തേൻ കുടിച്ചത് ഇനിയിപ്പോൾ തേൻ കുടിക്കൂല എന്ന് പറഞ്ഞത് ആരോടും പറയണ്ട എന്ന് പറഞ്ഞതൊക്കെ ഒരു വലിയ രഹസ്യമായിരുന്നുവോ? അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന അനുവദിക്കപ്പെടുന്ന ബന്ധപ്പെടാറുള്ള മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവി കഴിഞ്ഞാൽ പിന്നീട് ഇബ്രാഹിം എന്ന മകനുണ്ടായത് മാരിയത്തുൽ ഖിബ്തിയിൽ മാത്രമാണ്. മറ്റു ഭാര്യമാരിലൊന്നും മക്കളില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായിട്ടും മാരിയ ബീവിയോട് ബന്ധപ്പെടുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ബന്ധപ്പെട്ടത് ഒരു ദിവസം ഹഫ്സ ബീവിന്റെ വീട്ടിൽ വെച്ചായി എന്നതും അതുകൊണ്ട് മാരിയെ ഹറാമാക്കി എന്നതും ഇതൊക്കെ ഇപ്പോൾ ഒരു വലിയ രഹസ്യമാണോ? അതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോയിരുന്നോ? ഇത്രയും വലിയൊരു സംഭവമായ ഒരു മഹാരഹസ്യം ഒരു ഭാര്യ മറ്റൊരു ഭാര്യയോട് പറഞ്ഞത് വിമർശിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവോ? ഉണ്ടാവാം. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ ഏത് രഹസ്യവും അത് പറയരുതെന്ന് പറഞ്ഞതിന് പറയരുതല്ലോ. ആരാ പറഞ്ഞത്? ഏതെങ്കിലും ഒരാളല്ലല്ലോ. എല്ലാം അനുസരിക്കേണ്ട നബി തങ്ങൾ തന്നെയാണ്. അതൊരു വശം. എന്നാൽ ഇതിന് മറ്റൊരു കാരണവും കൂടി ദാറുഖുത്നിയും മറ്റും റിവായത്ത് ചെയ്ത ഹദീസുകളിൽ കാണുന്നുണ്ട്. അത് ബുഖാരിയിലും മുസ്ലിമിലും ഒന്നുമില്ല. ഇമാം ദാറുഖുത്നി അദ്ദേഹത്തിന്റെ സുനനിൽ റിവായത്ത് ചെയ്തതിൽ ഇത്ലഅത്ത് ഹഫ്സത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ ഉമ്മി ഇബ്രാഹിം. ഉമ്മി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ മാരിയത്തുൽ ഖിബ്തിയ്യ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാര്യ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലെ മരിച്ച മകനാണ് ഇബ്രാഹിം. മദീനയിലെ ബഖീഉൽ ഗർഖദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന. അപ്പോൾ അവരുടെ ഉമ്മ മാരിയത്തുൽ ഖിബ്തിയ്യാണ്.
അവരുമായി നബിസ്വാസങ്ങൾ ബന്ധപ്പെട്ടത് ഹഫ്സ ബീവി കണ്ടു. ഫഖാല, അപ്പോൾ നബിസ്വങ്ങൾ പറഞ്ഞു, ലാ തുഖ്ബിരി ആയിഷ, ഈ സംഭവം നീ ആയിഷയോട് പറയരുത് എന്ന് പറഞ്ഞു. വഖാല ലഹ, ഇത് മാത്രമല്ല പറഞ്ഞത്, മറ്റൊരു രഹസ്യവും കൂടി പറഞ്ഞിരുന്നു. ഇന്ന അബാക്കി വ അബാഹ സയംലിക്കാനി ഔ സയലിയാനി ബഅദി ഫലാ തുഖ്ബിരി ആയിഷ. നിന്റെ വാപ്പയും ആയിഷയുടെ വാപ്പയും എനിക്കു ശേഷം ഖലീഫമാരായിരിക്കും. എൻ്റെ ശേഷം ഭരണം ഏറ്റെടുക്കുക ഒന്ന് ആയിഷയുടെ വാപ്പയാണ്, ഒന്ന് നിന്റെ വാപ്പയാണ്. സ്വാഭാവികമായും ഹഫ്സ ബീവിക്കൊരു പ്രയാസമുണ്ടായി. ഏതൊരു ഭാര്യയ്ക്കും മറ്റൊരു ഭാര്യയുമായി ഇടപെടുമ്പോൾ പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം ഇവിടെ അടിമസ്ത്രീയാണ്, മാത്രമല്ല തൻ്റെ കൺമുമ്പിലുമായി പോയി കണ്ടുപോയി. അപ്പം ആ പ്രയാസത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു സന്തോഷ വാർത്ത ഹഫ്സ ബീവിയോട് രഹസ്യമേ പറഞ്ഞ, എൻ്റെ വാപ്പി ആയിഷൻ്റെ വാപ്പിയൊക്കെയാണ് എൻ്റെ ശേഷം ഭരണാധികാരികളാവുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഏറ്റവും ബന്ധം അവർക്കൊക്കെ തന്നെയാണ് എന്ന് മാത്രമല്ല അവർക്കതൊരു സന്തോഷ വാർത്ത അറിയിച്ചതാണ്. പക്ഷേ ഈ സംഭവം അത് പുറത്ത് പറയണ്ടെന്ന് പറഞ്ഞു. കാരണം അതൊരു ഭരണ സംവിധാനത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അത് സ്വാഭാവികമായും എല്ലാവരും ഇപ്പം തന്നെ അറിയേണ്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരെ കൃത്യമായി ആരാണ് തൻ്റെ ശേഷം ഖലീഫ എന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ല. സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കും ഖലീഫ. വഫാത്തിൻ്റെ രോഗത്തിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ മറ്റാരെയും അനുവദിച്ചില്ല. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗമുണ്ടാകുമ്പോൾ ഏറ്റവും അധികം പ്രയാസപ്പെടൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് തന്നെ കരച്ചിൽ കൊണ്ട് ഇമാമത്ത് നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ആ സാഹചര്യം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കാൻ പോയപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റില്ല, യഅ്ബല്ലാഹു വറസൂലുഹു ഇല്ലാ അബൂബക്കർ എന്ന് പറഞ്ഞു. അള്ളി റസൂൽ അബൂബക്കർ അല്ലാത്ത ആരും അനുവദിക്കൂല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിൽക്കാനില്ലാത്തടത്ത് അബൂബക്കർ സിദ്ദീഖ് ഇമാമത്ത് കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഖലീഫ ആവേണ്ടത് ആരാ? ഖലീഫ ആവേണ്ടത് ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഇങ്ങനെയൊക്കെ സൂചന നൽകിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ശേഷം അബൂബക്കർ സിദ്ദീഖാണ് ഖലീഫ ആവേണ്ടത് എന്ന് ഇങ്ങനെ പച്ചയായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു രഹസ്യമാണ്. അത് ഭരണ സംവിധാനങ്ങളെ പോലും ബന്ധപ്പെടുന്ന ഒരു രഹസ്യമായതുകൊണ്ട് അതൊരു രഹസ്യം തന്നെയാണ്. അതൊരു രാഷ്ട്രത്തിൻ്റെ രഹസ്യമാണ്. അത് നേരത്തെ പറഞ്ഞൊരു തേൻ കുടിച്ചതുപോലുള്ള സംഭവമല്ല. അതുകൊണ്ട് ഹഫ്സ ബീവിയോട് പറഞ്ഞു, സംഗതി എൻ്റെ ശേഷം ആയിഷയുടെയും നിന്റെയും ഒക്കെ പിതാവാണ് ഭരണാധികാരികളായി വരിക, പക്ഷെ ഇത് നീ ആയിഷയോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ ഇടയിലൊരു വർത്താനം ഉണ്ടാക്കണ്ട. കാല ഫന്തലഖത്ത് ഹഫ്സത്തു. പക്ഷെ ഹഫ്സ ബീവിക്ക് ഇത്രയും വലിയൊരു രഹസ്യം കിട്ടിയപ്പോൾ അത് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഫഅഖ്ബറത്ത് ആയിഷ ബീവിയോട് മണ്ടിച്ചെന്ന് പറഞ്ഞു കൊടുത്തു. ഫഅദ്ഹറഹുല്ലാഹു അലൈഹി. അപ്പോൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തു. ഹഫ്സ ബീവി ആയിഷ ബീവിയോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഫഅറഫ ബഅദഹു വഅറദ അൻ ബഅദ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കുറച്ച് പറഞ്ഞു, കുറച്ച് പറയാതിരുന്നു ഹഫ്സ ബീവിയോട്. ഹഫ്സ ബീവി എന്തൊക്കെ പറഞ്ഞു എന്ന് മുഴുവൻ പറഞ്ഞില്ല. പറഞ്ഞതെന്താ? പറയാത്തത് അഅറദ അൻ ഖൗലിഹി ഇന്ന അബാക്കി വ അബാഹ യകൂനാനി ബഅദി. എൻ്റെ നിന്റെയും വാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഖലീഫമാരാവും എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ ബീവിയോട് രണ്ടാമത് പറഞ്ഞില്ല. അപ്പോൾ മുഴുവനും നബി തങ്ങൾ അറിഞ്ഞേണെന്ന് വരുത്തിയില്ല, കുറച്ചേ പറഞ്ഞുള്ളൂ. കാരണം കരിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യൻഷുറ ദാലിക ഫിന്നാസ്. ആ വർത്താനം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കേണ്ട എന്ന് നബി തങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഫ്സ ബീവി ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ചില റിവായത്തുകളിൽ ഹഫ്സ ബീവിയെ നബി തങ്ങൾ ത്വലാഖ് ചൊല്ലി എന്ന് തന്നെയാണ്. പക്ഷെ പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഹഫ്സ ബീവിയെ മടക്കിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം ശുപാർശ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ ബീവിയെ മടക്കിയെടുത്തു. ഇത് എല്ലാ ഭാര്യമാരുടെയും കാര്യത്തിലല്ല, ഹഫ്സ ബീവിയെ ത്വലാഖ് ചൊല്ലി. അതിൽ തന്നെ സംശയമുണ്ട്, ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടോ അതല്ല വീട്ടിൽ പോകാൻ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നീട് വഅതസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഅഹു ഷഹ്റ. നബി തങ്ങൾ എല്ലാ ഭാര്യമാരോടും ഒരു മാസം മാറി നിന്നു. വഖഅദ ഫീ മശ്റൂബത്തി മാരിയത ഉമ്മി ഇബ്രാഹിം ഹത്താ നസലത്ത് ആയത്തു തഹ്രീമി അലാ മാ തഖദ്ദമ. അങ്ങനെ മാറി നിന്ന സമയത്താണ് പിന്നീട് ഈ ഒരു മാസത്തിന് ശേഷമാണ് ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയത്. വജാസഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അൻ തലഖഹ തൽഖതൻ വാഹിദ. ഹഫ്സ ബീവി രഹസ്യം വെളിപ്പെടുത്തിയത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരമായി ഒരു ത്വലാഖ് ചൊല്ലി. ഫഖാല ഉമർ. ഈ വിവരം കേട്ടപ്പോൾ ഹഫ്സ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വലാഖ് ചൊല്ലി എന്ന വിവരം കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കാന ഫീ ആലിൽ ഖത്താബി ഖൈറുൻ ലമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലഖകി. ഹഫ്സ ബീവിയോട് പറഞ്ഞു, ഖത്താബിന്റെ കുടുംബത്തിൽ ഇനി യാതൊരു ഖൈറും ഇല്ല, ഉണ്ടെങ്കിൽ നബി തങ്ങൾ അന്നെ ത്വലാഖ് ചൊല്ലൂലായിരുന്നു.
ഖത്താബിന്റെ കുടുംബത്തിന്റെ തന്നെ എല്ലാ ഖൈറും കളഞ്ഞു. അന്ന തൊലാഖില്ലായിരുന്നു നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഖൈറുണ്ടെങ്കിൽ. വക്കീല ഒരു അഭിപ്രായം ഹമ്മ ബി തൊലാഖിഹാണ്, തൊലാഖ് ചൊല്ലിയിട്ടില്ല, തൊലാഖ് ചെല്ലാൻ കരുതി. ഹഫ്സ ബീവിയെ വിശ്വാസങ്ങളുടെ തൊലാഖ് എല്ലാം കരുതി. ഹത്താ ഖാല ലഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ലാ തുത്വല്ലിഖ്ഹ, നബിയെ തങ്ങൾ ഹഫ്സ ബീവിയെ തൊലാഖ് ചെല്ലരുത് എന്ന് പറഞ്ഞു. ഇപ്പം രണ്ട് അഭിപ്രായമുള്ളത്. ഏതായാലും ഹഫ്സ ബീവിയോട് വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ വളരെ പ്രയാസത്തോടെ ഹഫ്സ ബീവി വീട്ടിൽ പോയി. തൊലാഖ് ചൊല്ലിയിട്ടുണ്ടെന്നും ഇല്ല എന്ന് അഭിപ്രായമുണ്ട്. തൊലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു മടക്കിയെടുക്കാൻ അള്ളാഹു തആല പറയുന്നുണ്ട്. അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു ഹഫ്സ ബീവിയെ മടക്കിയെടുക്കാൻ പറഞ്ഞുകൊണ്ട്. അതല്ല തൊലാഖ് ചൊല്ലിയിട്ടില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ. എന്താവട്ടെ, ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, നബിയെ തങ്ങൾ ഹഫ്സയെ തൊലാഖ് ചൊല്ലരുത്. കാരണം ഫഇന്നഹാ, ഹഫ്സയുണ്ടല്ലോ, അവര് സവ്വാമത്തുൻ, പകൽ മുഴുവൻ നോമ്പ് നോക്കുന്നവളാണ്, ഖവ്വാമത്തുൻ, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവളുമാണ്. ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഇടയിലുള്ള സ്വാഭാവിക കുസൃതി എന്നതിലപ്പുറം അവരുടെ ജീവിതം മുഴുവൻ നോമ്പും നിസ്കാരമാണ്. പകലൊക്കെ നോമ്പാണ്, രാത്രിയൊക്കെ നിസ്കാരമാണെന്ന് ഹഫ്സ ബീബിയുടെ കാര്യത്തിൽ ശുപാർശ ചെയ്യാനുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാമ. അല്ല പറഞ്ഞേക്കുക. അപ്പൊ ആരാ അവരൊക്കെ? വഇന്നഹ, മാത്രവുമല്ല നബിയെ, ഹഫ്സ മിൻ നിസാഇക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ ഭാര്യമാരിൽ ഒരാളാണ്. ഹഫ്സ നബിയെ തങ്ങളുടെ ഭാര്യമാര് സ്വർഗത്തിലും തങ്ങളുടെ ഭാര്യയാവേണ്ടവളാ. അതുകൊണ്ട് ഹഫ്സയെ തങ്ങൾ ഒഴിവാക്കരുത്. ഒരു പെണ്ണിന് വേണ്ടി ശുപാർശ ചെയ്യാനുണ്ടാവുക അവളുടെ നോമ്പും നിസ്കാരവുമാണ്. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മളെ സ്വയവും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാ. പ്രതിസന്ധികളിൽ ഒരു പെണ്ണിന് ശുപാർശ അവളുടെ നോമ്പും നിസ്കാരവുമായിരിക്കും. ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, നിസ്കരിക്കുന്നവളും നോമ്പ് നോൽക്കുന്നവളുമാണ് ഹഫ്സ, അവരെ തങ്ങൾ ഒഴിവാക്കരുത്. അവിടെ ഉമർ റളിയല്ലാഹുവിന്റെ മോളാണ്, അവൾ അത്ര വലിയ പെണ്ണാണ്, അല്ലെങ്കിൽ മദീനയിലെ പ്രമുഖ സ്ത്രീയാണ് എന്നൊന്നും അല്ല പറഞ്ഞത്. മറ്റു ഭൗതികമായ ഒരു കാരണങ്ങളുമല്ല. സവ്വാമത്തുൻ ഖവ്വാമ, ധാരാളം നോമ്പ് നോൽക്കുന്ന, ഒരുപാട് രാത്രി നിസ്കരിക്കുന്ന പെണ്ണ. അതുകൊണ്ട് തങ്ങൾ അവൾ ഒഴിവാക്കരുത്. ഫലം യുത്തല്ലിഖ്ഹ, അങ്ങനെ വിശ്വാസങ്ങൾ അവരെ തൊലാഖ് ചൊല്ലിയില്ല. സ്വഹീഹ് മുസ്ലിമിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വിഷയം റിവായത്ത് ചെയ്ത കൂട്ടത്തിൽ ഖുർത്തുബിയിൽ പറയുന്നതിന് കുറച്ചുകൂടി വ്യത്യാസങ്ങളുണ്ട്. ഹദീസിന്റെ വിവിധ റിവായത്തുകളാണ്. വ്യത്യാസങ്ങൾ കുറച്ചും കൂടി വർധനവുകളുണ്ട്. ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫദഖൽതു അല ആയിഷ, ഞാൻ ആയിഷ ബീവിന്റെ അടുക്കൽ ആദ്യം കടന്നു വന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, യബ്നത അബൂബക്കർ, അബൂബക്കറിന്റെ മോളെ, അഖദ് ബലഗ മിൻ ശഅനിക അൻ തുഅദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളൊക്കെ നബി തങ്ങളെ വിഷമിപ്പിക്കാൻ മാത്രമായി പോയോ? ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ വേറൊന്നുമില്ലല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വിഷമിപ്പിക്കാന്ന് കണ്ടാൽ പിന്നെ അതിനപ്പം തന്നെ ആരോടാണെങ്കിലും, സംഗതി ഉമ്മയാണ്, ആയിഷ ബീവി എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ഉമ്മയാണല്ലോ. വിശ്വാസങ്ങളുടെ ഭാര്യമാരൊക്കെ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണല്ലോ. പക്ഷെ അതൊക്കെ നബിത്തങ്ങളുടെ ഭാര്യ ആയതുകൊണ്ടാണല്ലോ ഉമ്മയായത്. നബിത്തങ്ങൾ എന്നെ വിഷമിപ്പിക്കാൻ തുടങ്ങിയാലോ? അതുകൊണ്ട് ചോദിച്ചു, നിങ്ങളൊക്കെ നബിത്തങ്ങളെ വിഷമിപ്പിക്കാൻ മാത്രം ആയപ്പെന്ന് വെച്ചു. ഫഖാലത്ത്, അപ്പൊ ആയിഷ ബീവി മറുപടി പറഞ്ഞു, മാലി വ മാലക ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ, നമ്മൾ തമ്മിൽ എന്തിനാ ഈ വർത്താനൊക്കെ പറഞ്ഞത്? അലൈക ബി ഐബത്തിക്ക്, സ്വന്തം മോളോട് പറഞ്ഞൂടെ? അവനാന്റെ മോളും ഉണ്ടല്ലോ ഇതില്, ആദ്യം പെരേന്ന് തുടങ്ങിക്കൂടെ ഉപദേശം. എന്നോട് വന്ന് പറഞ്ഞതിനും അവനാന്റെ മോളും ഉണ്ടല്ലോ, ഓളോട് ചെന്ന് പറഞ്ഞൂടെ വെച്ചു. അപ്പൊ ഫദഖൽതു അലാ ഹഫ്സ ബിൻതി ഉമർ, ഞാൻ എൻ്റെ മോളെ ഹഫ്സന്റെ അടുക്കൽ വന്നിട്ട് ഓളോട് പറഞ്ഞു, നിങ്ങളൊക്കെ നബി തങ്ങളെ വിഷമിപ്പിക്കാൻ മാത്രം ആയോ മോളെ വെച്ചു. വല്ലാഹി ലഖദ് അലിംതു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഹിബ്ബുക്കി, എനിക്കറിയാം അന്ന നബി തങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. മോളോട് ചെന്നിട്ട് കണക്ക് തീർത്താണ് പറഞ്ഞു, എനിക്കറിയാം എന്നോട് അത്ര വലിയ ഇഷ്ടമൊന്നും നബി തങ്ങൾക്കില്ല. വലൗല അനല തൊല്ലക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ വിചാരിച്ചിട്ടാണ് അന്നെങ്ങനെ സഹിക്കണേ നബിതങ്ങൾ. ഞാൻ അല്ലെങ്കിൽ നബിതങ്ങൾ അന്നെ എന്നെ തലാക്ക് ചൊല്ലിയിരുന്നു. ഇപ്പൊ പക്കത്തെ അഷദ്ദൽ ബുക്കായി. അപ്പൊ ഹഫ്സ ബീവി ആദ്യം തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറെ കൂടുതൽ ശക്തിയായി കരഞ്ഞു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, എവിടെ നബിതങ്ങൾ എന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം തന്നെ ആയിഷ ബീവിന്റെ അടുക്കലോ ഹഫ്സ ബീവിന്റെ അടുക്കലോ പോയത്. അപ്പൊ പറഞ്ഞു, നബിതങ്ങൾ ഇങ്ങനെ അവിടെ വീട്ടിന്റെ മറ്റും പുറത്തിരിക്കുകയാണ്. അങ്ങനെയാണ് മറ്റു സംഭവങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കയറി പോകുന്നതിന് ഈത്തപ്പനയുടെ ചെറിയൊരു ഇതുണ്ട്, അതിമൂടായിട്ട് കയറിയിട്ടാണ് മോൾക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ കൂടെ കയറിയിട്ട് മോൾക്ക് കയറി ചെന്നു. എന്നിട്ട് സമ്മതം ചോദിച്ചു, അടുത്ത് പോയിരുന്നു. അങ്ങനെ വീട്ടിലൊക്കെ നോക്കുമ്പോൾ അവിടെ നിധികളൊന്നുമില്ല, നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഫഇന്നി അദുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന അന്നി ജിഅ്തു മിൻ അജ്ലി ഹഫ്സ. 3 പ്രാവശ്യം സമ്മതം ചോദിച്ചിട്ട് കിട്ടാത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വന്നത് ഹഫ്സന്റെ കാര്യത്തിൽ എന്തെങ്കിലും ശുപാർശ ചെയ്യാനായിരിക്കും
എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിട്ടായിരിക്കും എനിക്ക് സമ്മതം തരാത്തത്. ഭാര്യമാരോടൊക്കെ പിണങ്ങിയിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ എൻ്റെ മോളെ കാര്യത്തിൽ ശുപാർശ ചെയ്യാൻ വന്നതാണെന്ന് കരുതിയിട്ടായിരിക്കാം നബി തങ്ങൾ ചിലപ്പോൾ എനിക്കും സമ്മതം തരാതിരുന്നത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി ലഇന്നമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിളർബി ഉനുഖിഹാ ലഅദ്രിബന്ന ഉനുഖഹാ. ഞാൻ വന്നത് അതിനൊന്നുമല്ല, അള്ളയാണ് സത്യം, ഹഫ്സന്റെ കഴുത്ത് വെട്ടണമെന്ന് നബി തങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ പോയിട്ട് അവിടെ വെട്ടു. എനിക്കെൻ്റെ മോളെ കാര്യമൊന്നുമല്ല അപ്പോൾ വലിയ വിഷയം, അതിനു വേണ്ടി വന്നതുമല്ല ഞാൻ. വറഫഅതു സൗതി ഫഅൗമഇ ഇലയ്യ അൻ അറുഖഹു ഫദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിചാരിച്ചിട്ടാണെങ്കിൽ അത് വിചാരിക്കണ്ട, എനിക്ക് ഹഫ്സും വലുതല്ല, എനിക്ക് ഒരു പെണ്ണും വലുതല്ല, എനിക്ക് നബി തങ്ങളാ വലുത് എന്ന് ഉറക്കെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിശ്വാസങ്ങളുടെ അടുക്കൽ കടന്നു ചെന്നു. അപ്പോഴാണ് നബി തങ്ങൾ ഒരു ഈത്തപ്പനയുടെ പായയിൽ ഇങ്ങനെ ചാരി കിടക്കുന്നത്. അങ്ങനെ ഞാൻ അടുത്ത് ചെന്നു, തങ്ങളുടെ അടുത്ത് ഇദൽ ഹസീറു ഖദ് അസറ ഫീ ജംബിഹി, നാം നേരത്തെ പറഞ്ഞതുപോലെ നബി തങ്ങളുടെ പാർശ്വഭാഗത്ത് പായ അടയാളപ്പെട്ടിരുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ എന്തൊക്കെയുള്ളത് നോക്കിയത്. അപ്പോൾ ഏതാനും കുറച്ച് ഗോതമ്പ് മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അപ്പം എനിക്ക് കരച്ചിൽ വന്നു. അപ്പം ഞാൻ വിശ്വാസങ്ങൾ എന്താ ഇബ്നുൽ ഖത്താബ് നീ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, വമാലി രാബിക്കി വഹാദൽ ഹസീറു ഖദ് അസറ ഫീ ജംബിക്, നബി അങ്ങയുടെ ശരീരത്തിൽ ഈ പായ അടയാളപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ ഈ ഖജനാവിൽ ഒന്നും എനിക്ക് കാണാനില്ലല്ലോ. കിസ്റയും കൈസറും ഒക്കെ ഒരുപാട് പഴവർഗ്ഗങ്ങളും പുഴകളും സൗകര്യങ്ങളുമായി കഴിഞ്ഞുകൂടുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ നേതാവും സഫ്വത്തുമായ അങ്ങ് ഇത്ര കഷ്ടപ്പാടിലാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് യബ്നൽ ഖത്താബ് അലാ തർള, നീ തൃപ്തിപ്പെടുന്നില്ലേ, അൻ തകൂന ലനൽ ആഖിറ, നമുക്ക് ആഖിറ ഉണ്ടായാൽ പോരെ, വലഹുമുദ്ദുന്യ, അവർക്ക് ദുന്യാവുണ്ടായിക്കോട്ടെ, അതെന്താ നീ ഇത്ര ആശങ്ക ആയി കാണാൻ? ഖുൽതു ബലാ, അത് മതി നബിയെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഫലം അസൽ ഉഹദ്ദിഥു, നബിയോട് ഞാൻ അങ്ങനെ സംസാരിച്ചിരുന്നു. ഹത്താ ഇൻഹസറൽ ഗളബു അൻ വജ്ഹി, വിശ്വാസങ്ങളുടെ മുഖത്തിൽ നിന്ന് എല്ലാ ദേഷ്യവും പ്രയാസവും മാഞ്ഞുപോയി. അവസാനം വഹത്താ കശറ ഫളഹിക, നബി തങ്ങൾ പുഞ്ചിരിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി എൻ്റെ വർത്താനം കേട്ടിട്ട്. നബി തങ്ങളെ ചെന്നിട്ട് ഞാനാണ്ട് വർത്താനം പറഞ്ഞ് ആശ്വസിപ്പിച്ചു. വകാന മിൻ അഹ്സനിൻ നാസി തഗറൻ, ഏറ്റവും നല്ല അധരം നബി തങ്ങളുടേതായിരുന്നു. പുഞ്ചിരിക്കാൻ തുടങ്ങിയ ഏറ്റവും മനോഹരമായ അധരമായിരുന്നു നബി തങ്ങളുടേത്. അങ്ങനെ നബി തങ്ങൾ ആ മനോഹരമായ അധരം കൊണ്ട് പുഞ്ചിരിച്ചു. അങ്ങനെ പിന്നീട് വിശ്വാസങ്ങൾ ആ റൂമിൽ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. ഞാനും ഇറങ്ങി. ഞാനിങ്ങനെ ഈത്തപ്പനയുടെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, തെങ്ങിൻ്റെ ഒക്കെ അതുപോലെ ഈത്തപ്പനയുടെ മരത്തിലൂടെ ഞാൻ പിടിച്ചാ ഇറങ്ങണേ. നബി സുബ്ഹാനഹു അന്നമായ യംശി അലാ അർദി, ഭൂമിയിലൂടെ നടക്കണമാതിരി. നബി തങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. മാ യമസ്സുഹു ബിയദി, ഒടും പിടിക്കാതെ. ഫഖുൽതു യാ റസൂലല്ലാഹ്, അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നമാ കുന്ത ഫിൽ ഗർഫത്തി 29 29 ദിവസമല്ലേ പോയിട്ടുള്ളൂ പറഞ്ഞു മൊത്തം. അപ്പം വിശ്വാസങ്ങൾ പറഞ്ഞു, ഒരു മാസം സ്ത്രീ ഇവരുമായിട്ട് വെടിഞ്ഞിക്കുന്നാണല്ലോ സത്യം ചെയ്തത്. അപ്പം വിശ്വാസങ്ങൾ പറഞ്ഞു, ഇന്ന ഷഹ്റ യകൂനു 29, ചില മാസങ്ങൾ 29 ദിവസമായിരിക്കുന്നു. ഈ മാസം 29 ദിവസമാണ്, അതുകൊണ്ട് ഒരു മാസം എന്നാണ് പറഞ്ഞത്. ആ ഒരു മാസം തീർന്നു. അങ്ങനെ വിശ്വാസങ്ങൾ ഭാര്യമാരുമായിട്ട് പഴയ മാതിരി ബന്ധങ്ങൾ നിലനിർത്തി. ഇവിടെ തന്നെ ഖുർത്തുബിയിൽ മറ്റൊരു വായത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ കടന്നു ചെന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും, എവിടെ പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ. അവിടെയാണ് ഫവജദന്നാസ ജുലൂസം ബിബാബിഹി, ആൾക്കാരൊക്കെ നബി തങ്ങളുടെ വാതിക്കൽ പറഞ്ഞാൽ നബി തങ്ങളുടെ വാതിൽ തന്നെയാണ് പള്ളി പറഞ്ഞത്. എല്ലാവരും പള്ളിയിലിരിക്കുക. ലം യുഅ്ദൻ ലിഅഹദിൻ മിൻഹും, ആർക്കും കയറാൻ സമ്മതം കൊടുത്തിട്ടില്ല. ഫഅദിന ലി അബീബക്കറിൻ ഫദഖല, ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം കടന്നു വന്നു. സുമ്മ അക്ബര ഉമറു ഫസ്തഅദന ഫഅദിന ലഹു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു കടന്ന് സമ്മതം ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു സമ്മതം കിട്ടി. ഫവജദൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ ഹൗലഹു നിസാഹു, പെണ്ണുങ്ങളൊക്കെ ചുറ്റുമുണ്ട്. ഈ വിഷമത്തിലും പെണ്ണുങ്ങളൊക്കെ ചുറ്റും വിശ്വാസങ്ങൾ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. വാജിമൻ സാക്കിത്തൻ, നിശബ്ദനായി മിണ്ടാതെ. ഫഖാല ലാ അഖൂലന്ന ഷൈഅൻ ഉദ്ഹിഖു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ ഇപ്പം വിട്ടാൽ പറ്റൂലല്ലോ, നബി തങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, എല്ലാവരും മിണ്ടാതിരിക്കുക, പുറത്തെല്ലാവരും കരഞ്ഞു വിഷമിച്ചിരിക്കുക, ഈ വിഷയം പരിഹരിക്കണ്ടേ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിശ്വാസങ്ങളോട് എന്തും പറയാൻ ധൈര്യവും അല്ലെങ്കിൽ പറയാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നബി തങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ നബി തങ്ങൾ ചിരിപ്പിക്കാനുള്ളൂ എന്ന് പറയാൻ സിദ്ദീഖുൽ അക്ബറിന്റെ പ്രകൃതിയും കഴിയുന്നതല്ല. ഓരോരുത്തർക്കും ഓരോ പ്രകൃതിയാണല്ലോ. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇപ്പം നബി തങ്ങളും ചിരിപ്പിക്കുന്നു പറഞ്ഞു. ഈ വിഷയം പരിഹരിക്കണമല്ലോ, ഇങ്ങനെ എത്രയേറെ ഇരിക്കുക. അങ്ങനെ ഫഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി, യാ റസൂലല്ലാഹ് ലൗ റഅയ്ത ബിൻത ഖാരിജത സഅലത്തിൻ നഫഖത, സംഭവപ്പതാണല്ലോ, എല്ലാവരും കൂടി റേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ചുറ്റും കൂടിയിട്ടാണ് ഈ വിഷമൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സംബന്ധമായ ഒരു കാര്യമാണ് ഉമർ റളിയല്ലാഹു അൻഹു വിഷയമായിട്ട് ആദ്യം തന്നെ തുടങ്ങിയത്. നബിയെ തങ്ങൾ കണ്ടിരുന്നെങ്കിൽ ബിൻത ഖാരിജ, ഖാരിജന്റെ മോള്,
ഖാരിജന്റെ മോള് പറഞ്ഞ സ്വന്തം പെണ്ണുങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. മിർദാന്റെ ഭാര്യ ഖാരിജന്റെ മോളാ. അപ്പൊ ഖാരിജന്റെ മോള് സഅലത്തിനി നഫഖ, ഓൾ എന്നോട് വന്നിട്ട് ചെലവ് ഇതൊന്നും പോരാ, കുറച്ചുകൂടി വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ കുംതു ഇലൈഹ, ഞാൻ നോക്കി ചെലവാട് കൊടുത്തിട്ടാ വരുന്നത്. ഇപ്പൊ വജത്തുനൊക്കെ ഓളെ പെരടിക്കൊന്നാണ് കൊടുത്തു പറഞ്ഞു. നിങ്ങളല്ലാതെ ഇതിനൊക്കെ വിഷമിച്ചിരിക്കും. പെണ്ണുങ്ങൾ എന്തെങ്കിലും ചോദിക്കണേ പേരൻറ്റി കാർഡ് കൊടുക്കണം. എന്നോട് പെണ്ണുങ്ങൾ വന്നിട്ട് ചെലവ് വെച്ചു. ഇപ്പൊ വജത്തുനൊക്കെ അവളെ പേരൻറ്റിക്കൊന്നാണ് കൊടുത്തു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. വഖാല, അപ്പൊ ഇങ്ങോട്ട് നബി തങ്ങൾ പറഞ്ഞു, ഹുന്ന ഹൗലി കമാ തറാ യസ്അൽനി നഫഖ, ഇവരൊക്കെ ഇതുമാതിരി ചെലവ് ചോദിക്കാണ് മറേ, ഇതന്നെയാണ് ഇപ്പൊ പെടുത്തിയ സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ ഫഖാമ അബൂബക്കർ ഇല ആയിഷ, അപ്പൊ അബൂബക്കർ സിദ്ദീഖ് നേരെ പോയിട്ട് ആയിഷ ബീവിന്റെ യജമാനൊക്കെ അവളെ പെരടിക്കൊന്നാണ് കൊടുത്തു. ഇപ്പൊ പരിഹാരം റമദാൻ നിർദ്ദേശിച്ചതിലുണ്ടല്ലോ. അപ്പൊ പരിഹാരം കിട്ടിയപ്പോൾ നേരെ തന്നെ സിദ്ദീഖിലേക്ക് പറഞ്ഞിട്ട് ആയിഷ ബീവിന്റെ പെരടിക്കൊന്നാണ് കൊടുത്തു. വഖാമ ഉമറു ഇല ഹഫ്സത്ത യജമാനൊക്കെ, ഉമറുല്ലാന് ചെന്നിട്ട് ഹഫ്സ ബീവിന്റെ പെരടിക്കൊന്നാണ് കൊടുത്തു. കിലാഹുമാ യഖൂലു, രണ്ടാളും പറയുന്നത് തസ്അൽന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ലൈസ ഇൻദഹു, നബിയോട് നബിയുടെ അടുത്ത് ഇല്ലാത്ത ചോദിച്ച് വിഷമിപ്പിക്കങ്ങള്. ഫഖുൽന, അപ്പോൾ അവർ പറഞ്ഞു, വല്ലാഹി ലാ നസ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ അബദ, ഇനി ഞങ്ങളൊന്നും ചോദിക്കൂല, പടച്ചോനാ സത്യം. ഞങ്ങളിപ്പോൾ ഇതിങ്ങനെ നബിതങ്ങൾക്ക് വിഷമമുണ്ടാവുന്നു പ്രയാസമാവെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, വല്ല കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് ചോദിച്ചു പോയതാ. ഇത് ഇവിടേക്ക് എത്തുന്ന ആര് കരുതി? അങ്ങനെയാണ് ഈ സംഭവങ്ങൾ. അങ്ങനെയാണ് സൂറത്തുൽ അഹ്സാബിലെ 2 ആയത്ത് ഇറങ്ങിയത്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയ വസീനതഹാ ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീല. നബിയെ തങ്ങളുടെ ഭാര്യമാരോട് തങ്ങൾ പറയുക, നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങളാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എല്ലാവരും വന്നോളൂ. ഉമത്തിഉകുന്ന, നിങ്ങൾക്ക് ഞാൻ മത്താഴ് തരാം, ജീവനാംശം തരാം, സൗകര്യങ്ങൾ തരാം. വഉസർരിഹുകുന്ന, പക്ഷേ അങ്ങനെ ജീവനാംശവും സൗകര്യമൊക്കെ തന്നാൽ പിന്നെ നിങ്ങൾ എൻ്റെ ഒപ്പം പറ്റൂല. ഞാനങ്ങനെ ഭൗതിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം കഴിയാനുള്ള ആളല്ല. ഊസർഹിക്കുന്ന സറാഹൻ ജമീല, നല്ലവർക്ക് ഞങ്ങളെ പിരിച്ചുവിടാം. നിങ്ങളൊക്കെ നല്ല നിലയ്ക്ക് വെറുതെ വിടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായി ഇത് തന്നിട്ട് നല്ലവർക്ക് വിടാം. വൈൻ കുന്തുന്ന തുരിദുന അല്ലാഹ വറസൂല, മറുവശത്ത് നിങ്ങൾക്ക് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് വേണ്ടതെങ്കിൽ, വദ്ദാറൽ ആഖിറത, പരലോകവുമാണ് വേണ്ടതെങ്കിൽ, ഫഇന്ന അല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമ, നിങ്ങളിൽ നിന്ന് നല്ലവരായ സ്ത്രീകൾക്ക് അല്ലാഹു തആല വലിയ പുണ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്, അതുവരെ ക്ഷമിച്ച് കാത്തിരിക്കണം. ആ ആയത്തിറങ്ങിയപ്പോൾ അവരെല്ലാവരും ഞങ്ങൾക്ക് ആഖിറം മതി, അല്ലാഹു മതി, റസൂൽ മതി എന്ന് തിരഞ്ഞെടുത്തു. അതാണ് സംഭവം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ